റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അത് 7-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ്. 7-ാം അധ്യായത്തിൽ പറയുന്നത് എന്നെ ആര് വിടുവിക്കും എന്നൊരു ചോദ്യം, ഒരു കരച്ചിലാണ് 7-ാം അധ്യായത്തിലെ പൗലോസ് ചെയ്യുന്നത്. പൗലോസിന്റെ കരച്ചില് അവന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ ശക്തി കണ്ടിട്ടാണ്. അവയവങ്ങളിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നില്ല. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കരച്ചിൽ അവന്റെ ഉള്ളിലുണ്ട്. ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ശരീരത്തിൽ ഈ ബുദ്ധിക്കെതിരെ പോരാടുന്ന ഒരു പാപത്തിന്റെ ശക്തി ഞാൻ കാണുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന പോലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കരച്ചിലാണ് ഓരോ സേനാമധ്യത്തിൽ കരയുന്നത്. എന്നാൽ അവസാനം പറയാം, ഈ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? കാരണം ശരീരം വീണ്ടെടുക്കപ്പെട്ടില്ല, ബലഹീനമാണ്. ബലഹീനമായ ശരീരത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ കാരണം മനസ്സ് ശരീരത്തിന്റെ കൂടെയാണ്. ആ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഈ ശരീരം പിടിച്ചു വലിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. എന്നിട്ട് അതിന് ഉത്തരമായിട്ട് പറയാണ്, കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം ഇതാണ്: എന്താ? ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെയും എന്നാൽ എന്റെ അവയവങ്ങൾ കൊണ്ട്, എന്റെ ശരീരം കൊണ്ട് ഞാൻ പാപത്തെയും അനുസരിക്കുന്നു. ആ രീതിയിൽ സംസാരിച്ച ശേഷമാണ് 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: എന്നാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. 3-ാം വാക്യം ഇങ്ങനെയാണ്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്: ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിന്മേൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറേണ്ടതിന് തന്നെ, നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഇതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ ന്യായപ്രമാണം നടപ്പാകാതെ പോകാൻ കാരണം ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാ? ജഡം ബലഹീനമായതുകൊണ്ടാണ്. ദൈവത്തിന്റെ പ്രമാണത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷെ അതനുസരിക്കുന്ന എന്റെ ജഡം ബലഹീനമായതുകൊണ്ട് നടപ്പാകുന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ഉദാഹരണത്തിന്, എന്നോട് സ്നേഹിക്കണം എന്ന കമാൻഡ്മെന്റ് ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്താ കാര്യം? പ്രമാണത്തിന് കുഴപ്പമുള്ളതുകൊണ്ടല്ല, പിന്നെയോ എന്റെ ജഡത്തിന് ചെയ്യാൻ സാധിക്കില്ല. ക്ഷമിക്കണമെന്ന് എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞാൻ ക്ഷമിക്കാത്തത്. താഴ്മ കാണിക്കണമെന്ന് എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞാൻ താഴ്മ കാണിക്കാത്തത്, അല്ലെ? ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും കൽപ്പനകൾ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നിശബ്ദനായി ഇരുന്ന കർത്താവിനെ എനിക്ക് അറിയാം. എന്നോട് നിശബ്ദനായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാലും എനിക്ക് പലപ്പോഴും നിശബ്ദനായിരിക്കാൻ പറ്റും. എനിക്ക് രണ്ടു വർത്താനം പറഞ്ഞിട്ട് നിശബ്ദനാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ന്യായപ്രമാണം മോശമാണെന്നുള്ളതല്ല, നമ്മുടെ ജഡം ബലഹീനമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ എങ്ങനെ നമ്മളെ രക്ഷിക്കാം എന്നുള്ളതിന്റെ ദൈവത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ പാപജഡത്തിന്റെ സദൃശത്തിൽ. ആ വാക്ക് അടിസ്ഥാനമാണ്, തെറ്റിപ്പോകരുത്. യേശു ഒരിക്കലും ഒരു പാപ ശരീരത്തിലല്ല വന്നത്, പാപജഡത്തിന്റെ സദൃശത്തിലാണ് വന്നത്. അത് വളരെ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് എന്നാണ്. ജീസസ് ഡിഡ് നോട്ട് ഹാവ് എ സിൻഫുൾ ഫ്ലഷ്. ഹി ഹാഡ് എ ഫ്ലഷ് ദാറ്റ് വാസ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. അതായത് പാപജഡത്തിന്റെ സദൃശ്യമാണ്. അഗ്നിസർപ്പങ്ങൾ എല്ലാം വിഷമാണ്, പക്ഷെ പിച്ചളസർപ്പത്തിന് എന്തില്ല? വിഷം. വിഷമില്ലാത്ത പിച്ചളസർപ്പത്തെ മോശ ഉയർത്തിയതുപോലെയാണ് ക്രിസ്തുവിനെ, വിഷമില്ലാത്ത, പാപമില്ലാത്ത, പാപജഡമില്ലാത്ത ക്രിസ്തുവിനെ കാൽവരിയിലെ ദൈവം ഉയർത്തുന്നത്, അല്ലെ? അപ്പോൾ നോക്കിക്കേ, ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയുന്നില്ല. ആർക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ? ഇനി ആർക്ക് മാത്രമേ കഴിയുള്ളൂ? യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഈ ന്യായപ്രമാണം നിവൃത്തിയാക്കാൻ ചേസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനെ എന്റെ സദൃശത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി അയച്ചു? പാപത്തിന് ശിക്ഷ വിധിച്ചിട്ട് എന്നിൽ നിറവേറാതെ പോയ ന്യായപ്രമാണം അവന്റെ ശരീരത്തിൽ നിറവേറ്റാൻ വേണ്ടി, അല്ലെ? അങ്ങനെയല്ലേ? അപ്പോൾ അവനനുസരിച്ച് ന്യായപ്രമാണത്തെ നിവൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നോ അവരിലെല്ലാം ന്യായപ്രമാണം നിറവേറാൻ വേണ്ടി യേശു തന്നെ ന്യായപ്രമാണത്തിന്റെ അവസാനമായി മാറും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:19 വായിച്ചു. യോഹന്നാൻ 17:19, റോമർ 5:19. രണ്ടും ഒരേ കാര്യമാണ്, രണ്ട് ആസ്പെക്ട് എഴുതിയിരിക്കുന്നു. നോക്കി, റോമർ 17 യോഹന്നാൻ 17:19. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി
എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഓക്കെ, എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം യേശു എന്താ ചെയ്തത്? അവനെ തന്നെ വിശുദ്ധീകരിക്കരുത് അല്ലേ? ആർക്ക് മാത്രമേ വിശുദ്ധി നേടാൻ പറ്റുള്ളൂ? യേശുവിന് മാത്രമേ നേടാൻ പറ്റുള്ളൂ. എന്റെ ജഡം ബലഹീനമായതുകൊണ്ട് എന്നെ കൊണ്ട് അത് കഴിയുന്നില്ല. അപ്പൊ യേശു എന്ത് ചെയ്തു? എനിക്ക് പകരക്കാരനായി, നമ്മൾ ആ യേശുവിന്റെ പൗരോഹിത്യത്തെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. എനിക്ക് പകരക്കാരനായി യേശു എന്ത് ചെയ്തു? ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്തു. ഓക്കെ, ഇനി റോമർ 5:19 നോക്കി. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകം പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകം നീതിമാന്മാരായി തീരും. അപ്പൊ ഏകന്റെ വിശുദ്ധീകരണത്താൽ അനേകം വിശുദ്ധന്മാരാകും, ഏകന്റെ നീതി അനുസരണത്താൽ അനേകം നീതിമാന്മാരാകും. 1 കൊരിന്ത്യർ 1:30 പറയുന്നത്, നാമോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. He became our righteousness, he became our sanctification എന്നാണ്. അപ്പൊ യേശു നമുക്ക് പകരക്കാരനായി മാറി എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ യേശു എനിക്ക് പകരം മരിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ ഓർക്കാറുള്ളൂ അല്ലെ? നമ്മൾ വർഷിപ്പിന്റെ സമയത്ത് എല്ലാം പറയുന്നത് യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. ഇത് ചർച്ച എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചർച്ച വിട്ടുപോയ ഒരു കൺഫ്യൂഷനാണ് യേശു എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, യേശു എനിക്ക് പകരം മരിക്കുക മാത്രമല്ല, യേശു എനിക്ക് പകരം ജീവിക്കാൻ കൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. യേശു എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, യേശു എനിക്ക് പകരം കരഞ്ഞു അല്ലെ? ഓർമ്മയുണ്ടോ? എബ്രായർ 5:7 യേശു എനിക്ക് പകരം കരഞ്ഞു, എനിക്ക് പകരം അനുസരിച്ചു, എനിക്ക് പകരം ന്യായപ്രമാണത്തെ പൂർത്തിയാക്കി. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യത്തിൽ ആ യാഗത്തിലൂടെയുള്ള പാപക്ഷമ മാത്രമല്ല, അനുസരണത്തിലൂടെയുള്ള പെർഫെക്ഷനും കൂടെ ഉണ്ടെന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോൾ കണ്ടത്. ഓർമ്മയുണ്ടോ? എബ്രായ ലേഖനത്തിൽ കണ്ടത്, അവൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. അടുത്ത വാക്യം, അങ്ങനെ ദൈവത്തിൽ നിന്ന് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അനുസരിച്ച് യേശു ജസ്റ്റ് ഒരു യാഗമർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ കണ്ണുനീരോടെ നിലവിളിക്കുകയും കഷ്ടം അനുഭവിച്ച് അനുസരിക്കുകയും ന്യായപ്രമാണത്തിലെ നീതി സ്വന്തം ശരീരത്തിൽ നിറവേറ്റുകയും ചെയ്തു. ആ മഹാപുരോഹിതൻ നമുക്ക് പകരക്കാരനായി മരണത്തിൽ എനിക്ക് പകരം മരിച്ച പോലെ അവന്റെ ജീവിതത്തിൽ അവൻ എനിക്ക് പകരം ജീവിക്കുകയും കൂടെ ചെയ്തു. മനസ്സിലാവുന്ന? അപ്പൊ ആ യേശുവിന്റെ ജീവനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മൾ ശരിക്കും പരിജ്ഞാനം എന്ന് പറയുന്നത്. യേശുവിന്റെ ജീവനെ കുറിച്ചുള്ള വെളിപ്പാടാണ് അല്ലെ? നമ്മൾ അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ. നമ്മൾ എബ്രായ ലേഖനം 4, 5, 6 ഒക്കെ വായിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും വായിച്ചോന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് വായിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6-ാം അധ്യായത്തിൽ പൗലോസ് ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈ യേശുവിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടി, പരിജ്ഞാനം പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടെ ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞു, മാനസാന്തരം എന്നുള്ളതിന്റെ അർത്ഥവ്യത്യാസങ്ങളെ കുറിച്ച്. ശരിക്കും 2 തരത്തിൽ നമ്മൾ മാനസാന്തരത്തെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഈ ലോകത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചിട്ട് കർത്താവ് എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മാനസാന്തരത്തിന്റെ തുടക്കം. നമ്മളെല്ലാവരും അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ? കർത്താവ് എനിക്ക് ലോകമല്ല നിന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് ലോകത്തെ ഉപേക്ഷിക്കുന്ന ഒരു പ്രൈമറി ലെവൽ ഓഫ് റിപ്പൻഡൻസ്. ഈ റിപ്പൻഡൻസ് വളർന്നു വന്ന് അത് എന്റെ എല്ലാ ചിന്തകളെയും ഞാൻ നന്മ എന്ന് വിചാരിച്ചിരിക്കുന്ന സകലത്തിനെയും ഉപേക്ഷിച്ച് യേശു എന്ന ഏക ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഒരു മാനസാന്തരമായിട്ട് മാറിക്കഴിഞ്ഞാൽ, ആ മാനസാന്തരം പെർമനന്റ് ആയി നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ, നാളെ പിന്നെയും നിങ്ങൾ ലോകത്തിലേക്ക് മടങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? ഈ മാനസാന്തരത്തിലേക്ക് പിന്നെ പുതുക്കാൻ സാധിക്കില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് സാധാരണ സംഭവിക്കുന്നത്, ഈ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ സുവിശേഷവേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ സംഭവിക്കുന്നുള്ള ചിന്തയിൽ ഇറങ്ങുന്നത്. അതായത് സുവിശേഷവേലയ്ക്ക് ഇറങ്ങുമെന്നുള്ളൊരു പ്രേരണ എന്നോട് ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് അമ്മയോട് ചെന്ന് പറഞ്ഞ്, ഈ അവധിക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നില്ലെങ്കിൽ കോളേജിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലും സുവിശേഷവേലയ്ക്ക് പോയി വിചാരിച്ചാൽ മതി. കാരണം അന്ന് എൻ്റെ ഹൃദയത്തിലെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, സുവിശേഷവേലയ്ക്ക് വിളിച്ചാൽ പിന്നെ ഈ ലോകത്ത് പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റുന്ന വരത്തില്ല, സമ്പാദിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നുമില്ല. കർത്താവിന് വേണ്ടി എവിടെയെങ്കിലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് ചിലപ്പോൾ ആഫ്രിക്കയിൽ പോയി വരും, ചിലപ്പോൾ നരഭോജികൾ എടുത്തു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. കുറെ കഴിഞ്ഞ് ഒരു 40-45 വയസ്സായി കഴിയുമ്പോഴേക്കും പിള്ളേർ വളരും, അവരുടെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ അവരുടെ കല്യാണം, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ സുവിശേഷത്തിൽ ചിന്തിക്കും, ഇങ്ങനെ പോയാൽ മറ്റുള്ളവരുടെ പിള്ളേരായിട്ടുള്ള കോമ്പറ്റീഷൻ എന്റെ പിള്ളേര് തള്ളപ്പെട്ടു പോവാണ്. അപ്പൊ അവർക്കും എന്ത് വേണം? കുറച്ച് കാര്യങ്ങൾ ഞാൻ കരുതിയില്ലെങ്കിൽ അവരെ എനിക്കെതിരെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു മിഡിൽ ഏജ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സുവിശേഷകരെല്ലാം പ്രവേശിച്ച് കഴിയുമ്പോൾ
എന്താ സംഭവിക്കുന്നത്? യേശുവിന്റെ പരിജ്ഞാനത്തിൽ ചെറുപ്പകാലത്ത് ഓടിയ ഓട്ടം ഉപേക്ഷിച്ച് ലോകത്തിന്റെ പരിജ്ഞാനത്തിലേക്കുള്ള ഒരു ഓട്ടം അവർ ആരംഭിക്കും. എപ്പോഴെങ്കിലും അത് തോന്നും. ആ ഒരു ടെംപ്റ്റേഷൻ വരുന്നത് ഏതാണ്ട് എന്റെ പ്രായത്തിലാണ്. അതുകൊണ്ട് ഈ പ്രായത്തിൽ നിന്നുകൊണ്ട് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനിത് സുവിശേഷകരെ കുറിച്ച് പറയുന്ന കാര്യമാണ്. കാരണം എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഞാൻ ചുറ്റും നോക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? എനിക്കിഷ്ടം പോലെ അസറ്റ് ഉണ്ടായിരിക്കും. എന്റെ കാര്യം ഞാൻ പറയും. എനിക്ക് ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും. എനിക്ക് നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കും. കാരണം എനിക്കത് വേണം, എന്റെ മക്കളെ പ്രതിയാണ്. അപ്പൊ ഞാൻ ചെറുപ്പകാലത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടം ഞാൻ എന്ത് ചെയ്തു? വളരെ സുഖത്തിൽ, മനസ്സിലാകുന്നുണ്ടോ? വളരെ സുഖത്തില് വിട്ടുകളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ ഒരാളായി, ആളുകൾ ബഹുമാനിക്കാൻ തുടങ്ങി. അവിടെ ഇവിടെ എല്ലാ പ്ലക്കാർഡും പോസ്റ്ററും എല്ലാം വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് പഴയ പോലെ ആവാൻ പറ്റത്തില്ല എന്ന് ഈ പറഞ്ഞു തരുന്നില്ല. സ്വർഗത്തിൽ പോലെന്നല്ല, പിന്നെ എന്താവാൻ പറ്റത്തില്ല? ഈ പണ്ട് പറഞ്ഞില്ലേ, ഞാൻ പോയ വഴി തിരിച്ചു വന്നില്ലെങ്കിൽ എവിടെയെങ്കിലും സുശേഷയിലേക്ക് പോയി എന്ന് വിചാരിച്ചോണെന്ന് എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ? അതുപോലെ ഇന്ന് എന്റെ ഭാര്യയോടും മക്കളോടും പറയാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിജ്ഞാനത്തിന്റെ ഓട്ടം ഞാൻ വിട്ടിട്ട് ലോകത്തിന്റെ ഓട്ടം ഓടി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? അത് മനഃപൂർവ്വമായി നമ്മൾ പിന്നെയും ലോകത്തിലേക്ക് തിരിഞ്ഞാൽ, മനഃപൂർവ്വമായി ലോകത്തിലേക്ക് പിന്നെയും തിരിഞ്ഞാൽ നമുക്ക് ആ പഴയ ഓട്ടം പിന്നെ ഓടാൻ ഒരിക്കലും സാധിക്കില്ല. ഒരിക്കലും അറിയാതെ വീണ് പോയതാണെങ്കിൽ അല്ല, അറിയായ്മയുടെ കാലത്ത് ദൈവം ഗണ്യമാക്കുന്നത്. ദൈവം ക്ഷമിക്കും. കുറെ കഴിയുമ്പോൾ നമ്മൾ എന്താ എപ്പം നോക്കിയാലും നമ്മൾ ലോകത്തിനകത്ത് എപ്പോഴും കയറി അപ്പുറത്ത് ചെന്നോ അല്ലെ, അറിയാതെ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെ വീണോളൂ. പക്ഷെ മനഃപൂർവ്വമായി ഒരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ പറയാണ്, ദൈവത്തെ തിരിച്ചിറങ്ങിയാൽ കുറച്ച് സമ്പാദിക്കുന്നതും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായി തിരിച്ചിറങ്ങിയാൽ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ ആ വഴി വളരെ ദൈവം പറയും. അതാണ് എബ്രായ 6 പറയുന്നത്. ഇന്ന് നമ്മുടെ സഭയുടെ ഈ വലിയ വലിയ സഭകളുടെ നേതൃത്വത്തിന്റെ വിഷയമൊന്ന് നോക്കി അറിയാം. പരിജ്ഞാനത്തിന്റെ ഓട്ടം പണ്ടേ ഉപേക്ഷിച്ചിട്ട് അവര് ലോകത്തിൽ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞു. ഇനി അവര് നമ്മൾ ഉപദേശിക്കുന്ന പരിജ്ഞാനത്തെ കുറിച്ച് ആയിരിക്കില്ല, കഥകളായിരിക്കും. കഥകൾ നിങ്ങൾക്ക് നോക്കിയ പഴയകാലത്തെ കഥകളല്ലാതെ യേശുവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ അവർക്ക് ഉണ്ടാവുകയില്ല. ഞാനിത് പറയുന്നത് അന്ത്യകാലമായതുകൊണ്ട് നാളെ ഇത് നിങ്ങളോട് പറയാൻ ഞാൻ ഉണ്ടായില്ലെങ്കിലും അത്ഭുതമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയാനുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ യേശുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിരുന്നു. ആ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് വരാം. യേശുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. യേശു എന്റെ സ്ഥാനത്ത്, യേശുവിന്റെ ഷേപ്പ് എന്തായിരുന്നു? യേശു എന്നെ കണ്ട ആരെ പോലെ ഇരിക്കുമായിരുന്നു? യേശുവിനെ കണ്ട ആരെ പോലെ ഇരിക്കുമായിരുന്നു? ഒരു യൂറോപ്പിനെ പോലെയോ ഏഷ്യക്കാരനെ പോലെയോ ബില്ലാദിനെ പോലെയോ ഒക്കെ ഉള്ള പിക്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ശരിക്കും യേശുവിനെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമായിരുന്നു? എന്നെ പോലെ എന്ന് പറയണം, എന്നെ പോലെ ഇരിക്കുമായിരുന്നു. അപ്പൊ യേശു ശരിക്കും അനുഭവിച്ച പ്രലോഭനങ്ങൾ ആരുടെ പ്രലോഭനങ്ങളായിരുന്നു? എന്റെ പ്രലോഭനം. അതെവിടെയും ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി ഈക്വൽ അല്ലെ, ഈക്വൽ ടു വാട്ട് വി ഹാവ് ഫേസ്ഡ്. നമ്മൾ എന്തിനെ ഫേസ് ചെയ്തോ തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ ആകുന്നു. പാപമൊഴികെ സകലത്തിലും എല്ലാറ്റിലും എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാകുന്നു പറഞ്ഞാൽ അർത്ഥം എന്താ? എന്റെ സ്ഥാനത്ത് എന്നെ പോലുള്ള പേരൻസിന്റെ ഇടയില്, എന്നെ പോലുള്ള അയൽവക്കക്കാരുടെ ഇടയില്, എന്റേതുപോലൊരു ഭാര്യയുടെ മുമ്പില് അല്ലെ, എന്നെ പോലുള്ള മക്കളുടെ മുൻപില് ഞാൻ അനുഭവിക്കുന്ന അതേ പ്രലോഭനങ്ങളെ യേശു അനുഭവിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അവന്റെ അനുസരണം പെർഫെക്റ്റ് ആയിരുന്നു. ഒരിടത്തും അവനൊരു ബലഹീനത ഉണ്ടായില്ല. പക്ഷെ അവന് മനസ്സിലായി ഞാൻ എന്ത് ബലഹീനതയിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കി. അവൻ എന്നോട് സഹതാപം കാണിക്കാൻ പറ്റും. കാരണം എന്താ? എന്റെ ബലഹീനത അവന് അറിയാം. അവൻ പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിന്ന് ഞാൻ ഇനി നാളെ നടക്കേണ്ട വഴിയിൽ ഓൾറെഡി നടന്ന് ജയിച്ചിട്ട് ആ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നിട്ട് അതിലൂടെ എന്നെ നടത്തുന്ന ഒരു ദൈവം. അപ്പൊ പരിജ്ഞാനം എന്ന് പറഞ്ഞ എന്തോ? എന്റെ സ്ഥാനത്ത് യേശു ജീവിച്ചപ്പോൾ അവൻ എന്തെല്ലാം ചെയ്തോ, എന്തെല്ലാം ചിന്തിച്ചോ, അതിലേക്ക് ഞാൻ പോകുന്നതിനെയാണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്റെ വീട്ടിൽ ഇന്ന് ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോ ഞാൻ എങ്ങനെയാണ്, യേശു എങ്ങനെ ആയിരിക്കുന്നു പോലും അല്ല, യേശു എങ്ങനെയാണ് ഈ പ്രലോഭനത്തെ അതിജീവിച്ചത്, യേശു എങ്ങനെയാണ് ഈ പരീക്ഷയെ തോൽപ്പിച്ചത്, അത് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? പരിജ്ഞാനം എന്ന്. ഒരാൾ പറയാം, ചേച്ചി പ്രസംഗം വളരെ നന്നായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ യേശുവിനോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല വർത്തമാനം കേട്ടേ. കാരണം എന്താ? പ്രസംഗം നന്നാക്കാൻ വേണ്ടി നടക്കുകയല്ല നമ്മൾ. പിന്നെന്തോ ഇതെങ്ങനെയെങ്കിലും തലയ്ക്കകത്തോട്ട് കേട്ടാൻ വേണ്ടി നടക്കുക. അപ്പോൾ പ്രസംഗം നന്നായി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഉള്ളിൽ ഒരു ഉൾക്കിടില്ല. കാരണം ഇത് എൻജോയ് ചെയ്യുമായിരുന്നു, ഒരു സിനിമ കാണുന്ന പോലെ നമ്മുടെ വിചാരം. കാരണം ശരിക്കും ദൈവത്തിന്റെ ഭാരത്തോടെയാണ് സ്റ്റേജിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ,
ഇത് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്, ഓർത്തിരിക്കുമോ, നാളെ അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ഇത് ഹൃദയത്തിൽ ഉണ്ടാവുമോ, നല്ലതാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള കാര്യമാണ് എന്റെ സത്യം. സുവിശേഷ പ്രസംഗം നല്ലതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, സക്കായിക്ക് മതിയായിരുന്നു. എന്ത് ചെയ്യണം? അവൻ അനുദപിക്കണം, അല്ലേ? സുവിശേഷ പ്രസംഗം നമ്മുടെ ഒരു തീരുമാനത്തിലേക്ക്, അപ്രീസിയേഷനിലോട്ടല്ല നടത്തുന്നത്. അപ്പൊ യേശു ശരിക്കും മനുഷ്യന്റെ അപ്രീസിയേഷൻ എങ്ങനെ കാണുമായിരുന്നു, എങ്ങനെ കണ്ടു എന്ന് ഞാൻ കാണണം, അല്ലേ? അത് ഞാൻ പരിജ്ഞാനം എന്ന് പറയുന്നത്, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു ഉപദേശി എന്നുള്ള രീതിയിൽ എന്റെ പരിജ്ഞാനം എന്താ? എന്റെ പരിജ്ഞാനം എന്താ? യേശു പറയുമായിരുന്ന കാര്യങ്ങൾ തന്നെയാണോ ഞാൻ പറയുന്നത്? നമ്പർ 1. പറയുമ്പോ 2 തരം ആൾക്കാരുണ്ടാവും, ചിലർ അംഗീകരിക്കും, ചിലർ അംഗീകരിക്കില്ല. യേശു അവരോട് എങ്ങനെ ഇടപെട്ടോ അതുപോലെ തന്നെയാണോ ഞാൻ? ഇതെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ട പാഠങ്ങളാണ്. കാരണം കർത്താവ് നടക്കാത്ത ഒരു വഴിയിലൂടെ എന്നോട് നടക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ക്രിസ്തു നമുക്ക് ഏറ്റവും വലിയ പൊസഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വിട്ടിട്ട് യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് കാണാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം ആണ് നമ്മൾ വായിച്ചത്. അപ്പൊ യേശുവിന്റെ അനുസരണം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ എനിക്കായിട്ട് പൂർത്തീകരിച്ചു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ റോമാലേഖനം 5:19 ഒന്ന് വായിക്കാം. റോമാലേഖനം 5:19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി മാറിയതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകം നീതിമാന്മാരായി മാറും. അപ്പൊ 2 പേരുണ്ട് അവിടെ, ആദമും ഉണ്ട്, യേശുവും ഉണ്ട്, അല്ലെ? ആദം പാപം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു? ആദമിനകത്തുണ്ടായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ ആ പഴത്തിന്റെ വിറ്റാമിൻ എനിക്കും കിട്ടി. അപ്പൊ ആദം പാപം ചെയ്യുന്നു പറയുന്നേക്കാൾ നല്ലത് ഞാൻ പഴം തിന്നു പറയുന്ന, കാരണം എന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതേ പഴമുണ്ട്. അപ്പൊ ആദം പാപം ചെയ്തപ്പം ആദമിന്റെ അകത്തുനിന്ന് വന്ന സകലരും പാപികളായി മാറി. അടുത്ത വാക്യം എന്താ? ഏകന്റെ അനുസരണത്താൽ, 2-ാം ആദമായ ക്രിസ്തു അനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്തുവിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു? ആദമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ ഇരിക്കുന്നവരില് ആദമിലുണ്ടായിരുന്നവര് എല്ലാവരും ഉണ്ടായിരുന്നു. ക്രിസ്തുവിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു പറയണ്ടോ? ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞത്. ക്രിസ്തുവിലുണ്ടായിരുന്നു. ആദമിലുണ്ടായിരുന്നവരെല്ലാം എങ്ങനെ പാപികളായി മാറിയോ അതുപോലെ യേശുവിൽ ഉണ്ടായിരുന്നവരെല്ലാം അവന്റെ അനുസരണത്താൽ ആരായി മാറി? നീതിമാന്മാരായി. ഇപ്പൊ ക്രിസ്തുവിൽ ആരെല്ലാം ഉണ്ട്? 2 വ്യക്തികളെ ലോകത്തുള്ളൂ. ഒന്ന് ആദം തലയായ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, മറ്റൊന്ന് ക്രിസ്തു തലയായ ഒരു ഗ്രൂപ്പ് ആൾക്കാർ. നമ്മൾ ആരാണ്? അല്ലെ? അപ്പൊ യേശുവിന്റെ അഭിഷേകം നമുക്കുണ്ട്. അവന്റെ തലയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പൊ യേശുവിലുള്ള അഭിഷേകവും അവന്റെ അനുസരണവും അവന്റെ നീതിയും എല്ലാം അവന്റെ ശരീരത്തിൽ വസിക്കുന്ന നമുക്കും അവകാശമാണ്, അല്ലെ? അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, വിശ്വാസത്താൽ ആ ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത്. അപ്പൊ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ വേണ്ടി ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശു നമ്മുടെ സ്ഥാനത്ത് എങ്ങനെ ജീവിക്കുമായിരുന്നോ ആ ജീവനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ ആഹ്വാനം. അതിന് വലിയൊരു മാനസാന്തരം ആവശ്യമാണ്. അത് പോയാൽ പിന്നീട് കിട്ടുന്ന മാനസാന്തരമല്ല. സോ ദാറ്റ് റിപ്പന്റൻസ് ഈസ് എ പ്രഷ്യസ് തിങ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും, പിള്ളേർക്ക്, യൗവനക്കാർക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു മാനസാന്തരം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിടാതെ പിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, പ്രായമാകുമ്പോൾ ഭയങ്കര പ്രലോഭനങ്ങൾ വരും. ഓൾറൈറ്റ്. അപ്പൊ ഇനി നമുക്ക് റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കും. 2 തരത്തിലുള്ള ജീവിതത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 5-ാം വാക്യത്തിലുള്ള ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചിന്തിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ബൈബിള് ജീവൻ മരണം എന്നീ 2 വാക്കുകൾ കൊടുക്കുന്നത്. എന്താണ് ജീവൻ, എന്താണ് മരണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കുന്നത് മരണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് ജീവനുമാണ്. നമുക്ക് ആ സൃഷ്ടിയുടെ സമയത്ത് ഒന്ന് നോക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് എന്തൊക്കെയുണ്ട്? ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. പക്ഷേ അന്ന് നമ്മളൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും ആദമിനെ തിരിച്ചു മറിച്ചിട്ട് പരിശോധിച്ചാലും ഇത് 3-നെ 3ആയി കാണാൻ പറ്റും. ഒറ്റയാളായിട്ട് കാണാൻ പറ്റും. കാരണം ആദമിനെ കുറിച്ച് വേറെ പറയുന്നവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു. ദേഹിക്ക് നമ്മൾ പ്രാണൻ എന്നും പറയാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അത് വ്യാഖ്യാനിച്ചത് എങ്ങനെ? ജീവനുള്ള പ്രാണനായി തീർന്നു. എന്തൊരു അസ്വസ്ഥത തോന്നില്ല അത് കേൾക്കുമ്പോ? ജീവനുള്ള പ്രാണനായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് അസ്വസ്ഥത തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് ഈ ജീവനും പ്രാണനും ഒന്നാണ്, അല്ലെ? അതുകൊണ്ട് ആ വാക്യം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ജീവനുള്ള പ്രാണനായി തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം എന്ന് തോന്നാനുള്ള കാരണം എന്താ? നമ്മളെ സംബന്ധിച്ച് ജീവൻ എന്ന് പറഞ്ഞാൽ എന്തോ പ്രാണൻ, അല്ലെ? പക്ഷെ ദൈവത്തിന് ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണനല്ല.
പ്രാണൻ ജീവൻ ഉള്ളതുകൊണ്ട് ജീവൻ ഇല്ലാത്തതുകൊണ്ട്. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ പ്രാണനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ ആദം പാപം ചെയ്ത ശേഷം അവന് പ്രാണനുണ്ട്, പക്ഷെ എന്തില്ല. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞ എന്തോ നമുക്കൊന്ന് നോക്കാം. ആത്മാവ്, ദേഹി, ദേഹം ഇത് ഒരു യൂണിറ്റ് ആയിരുന്നു ആദം പാപം ചെയ്യുന്നത് വരെ. കാരണം ആത്മാവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ദേഹിക്ക് യാതൊരു സംശയവും ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എന്തായി തീരും എന്നുള്ള ഭയവുമില്ല. കാരണം എന്താ? അവന് നന്മ തിന്മകളെ വിവേചിക്കാൻ അറിയില്ല. അവനാകെ കേൾക്കുന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദം. അത് മനസ്സിനകത്ത് നന്മ തിന്മകളുടെ വിവേചനമോ പഠനമോ PhD ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് കർത്താവ് പറയുന്നോ അതുപോലെ അനുസരിക്കുന്നവൻ. നമുക്കറിയാം പഴയകാലത്ത് ഉപദേശിമാര് എന്ത് പറഞ്ഞാലും കർത്താവിനെ അനുസരിക്കുന്ന ഒരു കൂട്ടം ഉപദേശിമാർ വലിയ പഠിത്തമില്ലായിരുന്നു അവർക്ക്. പിന്നെ കുറെ തിയോളജിയന്മാരുണ്ടായി, ബൈബിൾ കോളേജിൽ പഠിച്ച് ഡോക്ടറൊക്കെ എടുത്ത് നല്ല മിടുക്കന്മാരായ തിയോളജിയന്മാരുണ്ടായി. അവർ പറഞ്ഞു ഈ പഴയ ഉപദേശിമാർക്ക് പരിജ്ഞാനമില്ല. അപ്പൊ പരിജ്ഞാനത്തിന്റെ അർത്ഥം എന്താ അവർ പറഞ്ഞത്? വാക്കുപോലെ സോറി കൗണ്ടർ ഫീറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് വിചാരിച്ചത്. പരിജ്ഞാനം എന്നുള്ള വാക്കിന് ഭയങ്കര കൗണ്ടർ ഫീറ്റ്. പ്രസംഗിക്കുമ്പോൾ പരിജ്ഞാനത്തോടെയൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞത് അർത്ഥം. ആരെയും ഒഫൻഡ് ചെയ്യരുത്, മുറിവേൽപ്പിക്കരുത്, അങ്ങനല്ലേ? സ്നാനം വേണ്ടാന്ന് പറയുന്നവരെ മുറിവേൽപ്പിക്കരുത്, എല്ലാവരും ഒന്ന് സുഖിപ്പിച്ച് നിർത്തിക്കും. അതാണ് ഈ പരിജ്ഞാനം എന്നുള്ളത്. പക്ഷെ ശരിക്കും പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സ്ഥാനത്ത് യേശു സംസാരിക്കാൻ തുടങ്ങിയാലും എന്ത് പറയുമായിരുന്നു? പണ്ടത്തെ ഉപദേശന്മാർക്ക് അത് അറിയാമായിരുന്നു. ഇന്നത്തെ ഉപദേശന്മാർക്ക് ലോകപരമായ പരിജ്ഞാനം കൂടി ഏത് കണ്ണ് തുറന്നറിയോ? അവർ പഴം പറിച്ചു നിന്ന് ഉടനെ എന്ത് തുറന്നു? അവരുടെ കണ്ണ് തുറന്ന. എവിടുത്തെ കണ്ണാ തുറന്നത്? മനസ്സിന്റെ കണ്ണാ തുറന്നത്, ദേഹിയുടെ കണ്ണാ തുറന്നത്. അത് നന്മ തിന്മകളെ വിവേചിക്കാനുള്ള കണ്ണാ തുറന്നത്. ഇതിനെയാണ് ഇത് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. അത് പരിജ്ഞാനമല്ല, അത് മണ്ടത്തരവും മരണവുമാണ്. മനസ്സിലാവുന്നല്ലേ പറയുന്നത്? മണ്ടത്തരവും മരണവുമാണ്. കാരണം ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്, ആത്മാവാണ്. ആത്മാവിൽ നിന്നല്ലാതെ ജീവൻ ഇല്ല. ഓക്കെ, നമ്മുടെ ജഡത്തിൽ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ജീവനായി മാറാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആഡം എന്ന് പറയുന്നത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആഡം. ആത്മാവ് എന്ത് പറയുന്നു? ദേഹിയത് അനുസരിക്കുന്നു. ദേഹത്തിന് ഒബ്ജക്ഷൻ ഒന്നുമില്ല, ഡിമാൻഡ്സ് ഇല്ല. കാരണം അവന്റെ ബോഡി വേർക്കത്തില്ല. അല്ലെ? വേർക്കുന്ന രോഗം, വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് എപ്പോഴാണ് തുടങ്ങിയത്? പാപം ചെയ്ത ശേഷം. അതിനുമുമ്പ് പണി ചെയ്യുന്നുണ്ട് ആൾക്കാർ, പക്ഷെ വേർപ്പിന്റെ അസുഖം ഇല്ലായിരുന്നു. തോട്ടത്തിൽ പണിയാൻ വേണ്ടിയാണ് മനുഷ്യനെ ആക്കിയത്, അല്ലെ? തോട്ടം കാക്കാനും തോട്ടത്തിൽ പണിയാൻ വേണ്ടി. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ പറയാനുണ്ട് വേർപ്പിന്റെ അസുഖമാണ്. കാരണം പാപത്തിൽ നിന്ന് എന്തുണ്ടായത്? ടയർഡ്നെസ് ഉണ്ടായത്. അതൊരു ടയർഡ്നെസ് ഇല്ല. ടയർഡ്നെസ് ഉണ്ടാകുമ്പോൾ ശരീരം പറയും എനിക്ക് ഇത്തിരി ഇരുന്നാൽ കൊള്ളാം, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ. നേരത്തെ ഡിമാൻഡുകൾ ഇല്ലാത്ത ഒരു ശരീരമായിരുന്നു. അപ്പൊ ആത്മാവ് എന്ത് പറഞ്ഞാലും ഇവിടെ നിന്നിപ്പം എന്താ കോട്ടയം വരെ നടക്കണം പറഞ്ഞാൽ നടന്നു. കാരണം ശരീരത്തിന് ടയർഡ്നെസ്സും ഇല്ല, മനസ്സിന് നന്മ തിന്മകളെ വിവേചിക്കാനുള്ള ശക്തിയുമില്ല. ദൈവം പറഞ്ഞു പോയി. നിങ്ങളൊന്ന് ആലോചിക്കുക, പഴയകാലത്തെ ഉപദേശിമാരും മിഷണറിമാരൊക്കെ അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് ശരീരമൊന്നും ഇല്ല, എന്നാൽ പോലും ഉള്ളത് വെച്ച് കർത്താവ് എന്ത് പറഞ്ഞോ അത് വെച്ച് അങ്ങ് നടക്കുകയായിരുന്നു. പക്ഷെ പരിജ്ഞാനം കൂടി കൂടി ശരീരം വലുതായി. നിങ്ങൾ വിചാരിക്കായിരിക്കും അങ്ങനെ ശരീരം വലുതായ ഒരാളോട് ഞാൻ ഈ നോക്കുമ്പോൾ വലുതായതല്ല, അതിനപ്പുറത്ത് തടിച്ചു പോകുന്ന വേറൊരു പുറം മനുഷ്യനുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആയിരുന്നു. അവനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ പിശാച് അവന്റെ അടുത്ത് വന്നിട്ട് ചെയ്യുന്നത്, അവൻ ഈ പഴം പറിച്ചതിനും എന്താ സംഭവിക്കുന്നത്? ശരിക്കും ആത്മാവും ദേഹിയും ദേഹവും പലതായി നുറുങ്ങുകയാണ് ചെയ്യുന്നത്. പലതായി നുറുങ്ങുക, അല്ലെ? ആത്മാവും ദേഹിയുമായുള്ള കണക്ഷൻ പോയി. ആത്മാവിൽ ഒന്നും കേൾക്കുന്നില്ല. അതിനാണ് ആത്മ മരണം എന്ന് പറയുന്നത്. ജീവൻ ഒഴുകുന്നില്ല, ആത്മാവിൽ എങ്ങോട്ട് ഒഴുകുന്നില്ല? ഈ ദേഹിയിലേക്ക് ജീവൻ ഒഴുകുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ആത്മാവും ജീവനും തമ്മിലുള്ള ബന്ധം ആത്മാവും ദേഹിയും തമ്മിലുള്ള ബന്ധം തീർന്നു, കട്ടായി, ഫ്രാഗ്മെന്റഡ് ആയല്ലോ, മുറിഞ്ഞു. ഇനി അടുത്ത ദേഹിയും ദേഹവും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ ആയിപ്പോയി, മുറിഞ്ഞുപോയി. നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര കൂട്ടാണ്. വലിയ കൂട്ടൊന്നുമല്ല, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഏതാ? നമ്മുടെ മനസ്സും ശരീരം തമ്മിലുള്ള ബന്ധം. ആത്മാവില്ല, ആത്മാവ് വർക്ക് ചെയ്യുന്നേ ഇല്ല. ആത്മാവ് വർക്ക് ചെയ്യാത്ത ഒരു സാമാന്യ മനുഷ്യന്റെ ദേഹിയും ദേഹവും തമ്മിലെ ഒരു കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ, വലിയ സ്നേഹമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പം എന്റെ കയ്യിൽ ഒരു 25 രൂപ ഉണ്ടെന്ന് വെച്ചാൽ 30 രൂപ ഉണ്ടെന്ന് വെച്ചു, എനിക്ക് മല്ലപ്പള്ളി ഇറക്കണം. ഞാൻ എങ്ങനെ പോകും? ഇവിടെ 3 കിലോമീറ്റർ ഉണ്ട്, അല്ലേ? 3 കിലോമീറ്റർ എങ്ങനെ പോകും? ശരീരം പറയും എന്നെ കൊണ്ടെങ്കിലും വയ്യ നടക്കാൻ. ബസ് ഇല്ലാന്ന് വെച്ചു, ബസ് കിട്ടാനില്ല, ബസ് സമരമല്ലോ ആണ്. നമുക്ക് ഓട്ടോയ്ക്ക് പോകും. മനസ്സെന്ത് പറയും? ബുദ്ധി എന്ത് പറയും? ആകെ 30 രൂപ. ഇവിടുന്ന് ഇപ്പോൾ ഓട്ടോ വിളിച്ചാൽ 30 രൂപ അവിടെ ചെല്ലാന്നുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട്. അതുകൊണ്ട് മനസ്സ് പറയും നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് നടക്കാം, എന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് ഓട്ടോ വിളിച്ച് വരാം ക്ഷീണിച്ച് കഴിഞ്ഞാൽ, അല്ലെ?
ഐഡിയ എങ്ങനെയുണ്ട്? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു കോംപ്രമൈസിലെത്തുക അല്ലെ? നമ്മുടെ ലൈഫിന് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജഡത്തിന് ബുദ്ധി വെച്ച് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി തണുപ്പിച്ച് സുഖിപ്പിച്ച് രസിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള മനുഷ്യർക്ക് എപ്പോഴും അനേകം ചോയ്സസ് ഉണ്ടായിരിക്കും. ചോയ്സസ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വൈഫ് 12 ദിവസമായിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. കഴിഞ്ഞ സാറ്റർഡേ ആണ് ഡിസ്ചാർജ് ആയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഭയങ്കര ആതുര ശുശ്രൂഷയാണ്. എപ്പോഴും വന്ന് ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താണ് നിങ്ങൾ നേഴ്സിങ്ങിനെ കുറിച്ച് എന്ത് പറയുന്നു, ഇങ്ങനെ പല കുഴപ്പം എപ്പോഴും അന്വേഷിച്ചിരിക്കും. അപ്പോൾ അവർ ഭയങ്കര പൊളൈറ്റ്, എന്താ പറയുന്നത്, നമ്മളൊരു കസ്റ്റമർ കെയറിനെ വിളിക്കുന്നവരാണ് അവരുടെ പെരുമാറ്റം. നഴ്സുമാരാണെങ്കിലും ശരിയാ, എന്ത് കാണിച്ചാലും അവർക്ക് ഒരു പരാതിയില്ല. പക്ഷെ എന്താണെന്നറിയാമോ, അവിടുത്തെ ഡോക്ടർക്ക് എന്നെ കണ്ടിട്ട് പിടിക്കുന്നില്ല. ചെന്നാന്ന് വൈകിട്ട് ഹോസ്പിറ്റലല്ല, വീട്ടിൽ അവരുടെ വീട്ടിൽ വെച്ച് ആദ്യം. അവര് എന്നോട് ചോദിച്ചു, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തോ? ഞാൻ പറഞ്ഞു ചെയ്തായിരുന്നു. എന്തി? ഞാൻ പറഞ്ഞു അത് തിരുവനന്തപുരത്ത് വെച്ച് എടുത്തത്, കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ ഒരു ചെറിയ ഡോക്ടറായി. ഞാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമൽ ആയിരുന്നു, ESR മാത്രം ഹൈ ആയിട്ട് കണ്ടു. പുള്ളിക്കാരി ചോദിക്കുക, ഞാനൊരു കഴുതയാണ് നിങ്ങൾ വിചാരിച്ചു? 10 വർഷം പഠിച്ചിട്ട് 30 വർഷത്തെ ട്രെയിനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചുമ്മാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ വെറും കഴുതയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ എന്റെ കൂടെ വന്ന അവരങ്ങോട്ടുണ്ടായിരുന്നു, ഇത്തിരി കടുപ്പായി വരും, അത്രയും പറയണ്ടായിരുന്നല്ലോ. ഇവര് പേഷ്യന്റിനെ കാണാൻ വരും, ജസ്റ്റ് ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്ക്, അത്രേ ഉള്ളൂ. ഒരു ദിവസം 7 ദിവസമായി കഴിഞ്ഞപ്പോൾ അവർ വന്നു, IV ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എത്ര ദിവസമായി IV ആന്റിബയോട്ടിക് കൊടുത്തു തുടങ്ങിയിട്ട്? നഴ്സുമാരുണ്ട്, ഒരു 5-10 ഡോക്ടർമാരുടെ കൂടെ. അപ്പൊ ആരും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് 7 ദിവസത്തിൽ കംപ്ലീറ്റ് ആവുന്നു. അങ്ങനെ അത് നിങ്ങൾ പറയണ്ട, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. ഇതും കൂടെ ആയിരുന്നു, ഇതെന്തോ. അപ്പൊ ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞപ്പോൾ ഇവർ എല്ലാവരോടും ഇങ്ങനെയാണ്, എല്ലാവരോടും മടക്കാം, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാറില്ലെന്ന്. അപ്പം ഞങ്ങളുടെ ഡോക്ടർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരൊരു സ്ലിപ്പ് കൊണ്ടുവരും, അതിനകത്ത് 5 ഓപ്ഷൻസ് ഉണ്ട്. വളരെ തൃപ്തികരം, സാധാരണ, അതൃപ്തികരം, വളരെ അതൃപ്തികരം, ഇങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് വളരെ അതൃപ്തികരം ഒന്ന് സൈൻ ചെയ്താൽ മതി, അവർ പിടിച്ചോളുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരിയാ, ചെയ്തേക്കാം, കാരണം ഇങ്ങനെ അഹങ്കാരം പാടില്ലല്ലോ. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ നല്ലതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, നിനക്ക് എന്തിനാ തൃപ്തിയില്ലാതെ? തൃപ്തിയില്ലാതെ എന്താ? ഈ പറയുന്ന മെഡിസിനേക്കാളും സൂപ്പർ മരുന്നായി ഡോക്ടർ. മനസ്സിലായി പറഞ്ഞേ, നമ്മളെ നന്നാക്കാൻ, ശരിക്കും നന്നാക്കാൻ, ശരീരത്തെ നന്നാക്കാനേ മെഡിസിന് പറ്റുള്ളൂ. പക്ഷെ അകത്തെ അവനെ കണ്ടുപിടിക്കാൻ ആരാ സഹായിക്കുന്നത്? ശരിക്കും എനിക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ചിരുന്ന മരുന്ന് എന്തോയിരുന്നു? അപ്പൊ ഞാൻ തൃപ്തി നല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് എഴുതണം? നിങ്ങൾ പറഞ്ഞു വളരെ തൃപ്തികരം, എല്ലാം വളരെ തൃപ്തികരം എഴുതി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ പിന്നെ പല ഓപ്ഷൻസ് ഇല്ല, ആകെ ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ മറ്റു ഓപ്ഷൻസ് മുഴുവൻ അങ്ങ് ക്യാൻസലായി. അതിനാ ശരിക്കും വളർച്ച എന്ന് പറയുന്നത്. വളരുമ്പോൾ എന്താ സംഭവിക്കുന്നതോ, ജീവിക്കാൻ പല വഴികളില്ല, ആകെ ഒരു വഴിയുള്ളൂ. എന്തോ? വളരെ തൃപ്തി. എല്ലാം എന്താണ്? വളരെ തൃപ്തി. പിറ്റേ ദിവസം ഞാൻ പകൽ സമയത്ത് അവിടെ ഇല്ല, ഡോക്ടർ വരുന്നു. അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്നെ കണ്ടോണ്ടുള്ള കുഴപ്പമായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വഴി നിൽക്കുമ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു. പോകാൻ റെഡിയായി പാക്ക് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു, സ്നേഹമായിട്ടൊന്ന് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ സുഹൃത്ത് നന്നായല്ലോ ആള്, എന്ത് പറ്റി? ഞാൻ പറയാം, അന്ന് വളരെ തൃപ്തികരന്നിട്ടില്ലേ, അന്നേരം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ അവർക്കൊരു വ്യത്യാസം ഈ കാര്യത്തിൽ കൊടുക്കുന്നു. ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പല ചോയ്സസ് ഉള്ളവരാണ്. നിങ്ങൾ നല്ല ശരിക്കും അവർക്ക് വേണം നമ്മുടെ ചീത്ത പറയാം, വേണമെങ്കിൽ സ്നേഹമായിട്ട് പെരുമാറാം, പല ചോയ്സസ് ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമുക്ക് ആകെ ഒരു ചോയ്സ് തോന്നുന്നു, നമുക്ക് വേറൊരു രീതിയിൽ പെരുമാറാൻ പറ്റും. യൂദായ്ക്ക് പലതും ചെയ്യാം, പക്ഷെ യേശുവിനെ ആപ്പക്കൊണ്ട് നോക്കി വായു കൊടുക്കാൻ മാത്രമേ പറ്റൂ. അപ്പൊ യേശുവിന്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? പല ചോയ്സുകൾ ഇല്ലാതായി ഒറ്റ ചോയ്സിലേക്ക് നമ്മൾ ഒറ്റ ചോയ്സ്.
ഇപ്പൊ നിങ്ങൾ എന്നെ തല്ലിയാൽ എനിക്ക് തിരിച്ചു എല്ലാവരും ചോദിച്ചില്ല. നിങ്ങൾ എന്നോട് ഒരു മേല കാണുന്നത് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല. ആകെ കർത്താവ് ഇത്രയും വലിയ ഗിഫ്റ്റിനായിട്ട് സ്തോത്രം എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം വളരെ തൃപ്തികരം മാത്രമേ ഉള്ളൂ. തൃപ്തികരം, മോശം, വളരെ മോശം ഒക്കെ പോയി. കാരണം എന്താ? അവൻ നന്മയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഓരോ ദിവസവും നമുക്ക് തരുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജ്. കാരണം നന്മയല്ലാതെ വേറെ ഒന്നും ദൈവം കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ഓരോരുത്തരെയും നോക്കുമ്പോൾ, ഓരോ സാഹചര്യങ്ങളെയും നോക്കുമ്പോൾ ഒറ്റ വാക്ക് നമുക്ക് പറയാം, ഹീസ് ഗുഡ്. വളരെ തൃപ്തികരം. നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും ഏരിയ ഉണ്ടോ? അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഏത് കോൺഫ്ലിക്റ്റിലും നമുക്ക് 2-3 ചോയ്സസ് ആണ്. 2-3 ചോയ്സസ്. ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചോ, പരിഹരിക്കാൻ ഏറ്റവും കുറഞ്ഞത് 3 വഴികളുണ്ട്. ഒന്ന്, പ്രശ്നം ഉണ്ടാക്കിയവന്റെ കാരണക്കുരി നോക്കി പൊട്ടിക്കാന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിച്ചവനെ തിരിച്ച് തന്ത്രം പ്രയോഗിച്ച് ഒതുക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ തന്ത്രം എന്നുള്ളത്. മറ്റൊന്ന്, അവനെ കാണുമ്പോൾ മുങ്ങി നടക്കുക എന്നുള്ളതാണ്. അല്ലെ? അവനെ അങ്ങ് അകറ്റുക. ഇനി അവനോട് മിണ്ടുന്നില്ല, പ്രശ്നത്തിനുമില്ല, വഴക്കിനുമില്ല. വിശ്വാസികളിൽ ഒരു വിഭാഗം ആ വഴിയാണ്. ഇനി വേറെ കുറെ മിടുക്കന്മാരായ വിശ്വാസികളുണ്ട്. അവർ ഭയങ്കര കുലീനന്മാരാണ്. അവര് ഹലോ ബ്രദറെ കണ്ടിട്ട് ഒത്തിരി നാളായാലോ എന്ന് പറഞ്ഞ് ക്ഷയിക്കാനൊക്കെ കൊടുക്കും. പക്ഷെ അകത്ത് പഴയ സാധനം തന്നെ. ഇങ്ങനെയൊക്കെയുള്ള പല ചോയ്സസ് നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും ഓരോ സഹോദരന്മാരുടെ മുമ്പിലുണ്ട്. എന്നാൽ ക്രിസ്തുവിനാകെ ഒരു ചോയ്സ് എന്തോ നിങ്ങൾ പറഞ്ഞു. മനസ്സിലാകുന്നില്ല യേശുവിന്റെ പരിജ്ഞാനം എന്താന്ന്? ഇത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ യേശു ബഹുമായി ഇടുക്കുവഴി കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. നമ്മളെ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. യേശു അത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. നമ്മളെ തുടർച്ചയായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. സത്യമാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ക്രിസ്തു നടക്കുമായിരുന്ന ഒരു ഇടുക്കുവഴി അത് കണ്ടെത്താൻ പ്രയാസമാണ്. കണ്ടെത്തുന്നവർ ചുരുക്കമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നവർ വളരെ വളരെ ചുരുക്കമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ധനസമൃദ്ധി ആ ഒരു ഇടുക്കുവഴിയിൽ മാത്രം. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ബുദ്ധിയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇടുക്കുവഴിയിൽ മാത്രമേ യേശുവിന്റെ ബുദ്ധി നമുക്ക് കാണാൻ, പരിജ്ഞാനം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ? അപ്പൊ ജീവിതത്തിന്റെ ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളിലും we have that choice, only one choice, and that is to live Christ. ഓക്കെ? അപ്പൊ മരണത്തിന് മുമ്പ് ജീവിക്കുന്ന ആളുടെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരൊറ്റ യൂണിറ്റ് ആണ്. അതിനാണ് ജീവൻ എന്ന് പറയുന്നത്. നമ്മിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ we will be one unit. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല. നമ്മൾ ജീവനും വ്യാപരിക്കുന്നുണ്ട്, അതിന്റെ കൂടെ എന്തും വ്യാപരിക്കുന്നുണ്ട്. പറഞ്ഞ നിങ്ങൾ നോക്കിക്കേ, ജീവനും വ്യാപരിക്കുന്നുണ്ട്, മരണവും വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴാണോ ആത്മാവിൽ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ ജീവൻ വ്യാപിക്കുകയും, ജഡത്തിൽ എപ്പോഴാണോ ചിന്തിക്കുന്നത് അപ്പൊ മരണം വ്യാപിക്കുകയും. ഇന്ന് കൂടുതലും നിങ്ങളുടെ ജീവനാണോ മരണമാണോ വ്യാപിച്ചത്? പറയണ്ട, ആലോചിക്കാൻ മതി. ജീവനാണെന്ന് പറയും നിങ്ങൾ, ഉറക്കെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഉറക്കെ പറയണ്ട, ചിന്തിച്ചാൽ മതി എന്ന് പറയണ്ട. നിങ്ങളിൽ എന്താണ് ഇന്ന് വ്യാപരിച്ചത്? ആത്മാവിൽ നിന്ന് ജീവൻ വ്യാപരിക്കുന്നു, അല്ലെ? ജഡത്തിൽ നിന്ന് മരണം വ്യാപരിക്കുന്നു. അത് നമ്മളിന്ന് വായിച്ച വാക്യം. അപ്പോ നമ്മൾ ജീവൻ എന്ന് പറയുന്നത് പ്രാണനെ തന്നെയാണ്. മരണം എന്ന് പറയുന്നതോ ഈ പ്രാണനും ശരീരവും വേർപെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മരണം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മരണം എന്ന് പറഞ്ഞതോ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അപ്പൊ ശരീരം വേർപെട്ട് പോകുന്നതിന് എന്താന്ന് പറയുന്നത്? ശരീരം വേർപെട്ട് പോകുന്നതിന് ദൈവത്തിന്റെ വചനത്തിൽ എന്താ? അതെങ്ങനെയാ നമുക്ക് നോക്കാം. നമ്മളൊരു ദിവസം എന്തായാലും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. നമ്മുടെ ശരീരം ഇങ്ങോട്ട് വിട്ടിട്ട് ദേഹി ആരോടെ പോകും? ആത്മാവിനോട് പോകും. അപ്പൊ ദൈവം നമ്മിൽ പരിശ്രമിക്കുന്ന എന്തിനാണെന്നറിയോ? ഈ 3-4 കഷ്ണങ്ങളായി കിടക്കുന്ന 5-6 ചോയ്സസ് ഉള്ള ചേസിനെ ഒറ്റ യൂണിറ്റ് ആക്കി മാറ്റി ഒറ്റ ചോയ്സ് ഉള്ളവനാക്കി മാറ്റാൻ വേണ്ടിയാണ്. അല്ലെ? അതെങ്ങനെയാ ദൈവം ചെയ്യുന്നത്? നോക്കാം. ആത്മാവില്ലാത്ത അവസ്ഥയിൽ എനിക്ക് പല ചോയ്സസ് ഉണ്ട്. അതെന്റെ ബുദ്ധിയിൽ നിന്ന് വന്നാണ്, പലരും എന്നെ പഠിപ്പിച്ചതാണ്, അങ്ങനെ പലതുണ്ട്. ആത്മാവ് വന്ന ശേഷം യേശുവിന്റെ ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ ഉന്നതമായത്, ബാക്കിയെല്ലാം പോയി. ഓക്കെ? അപ്പോൾ മനസ്സെന്ത് ചെയ്തു? ദേഹം എന്ത് ചെയ്തു? പതുക്കെ ശരീരത്തെ വിട്ടിട്ട് എങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി? ആത്മാവിന്റെ അടുത്തോട്ട് പോകാം. അപ്പൊ ആത്മാവിനുള്ള തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആത്മാവിന്റെ വെളിച്ചം നമ്മുടെ അകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ബൈബിൾ വായിക്കുന്നതാണോ ടിവിയിൽ സീരിയൽ കാണുന്നതാണോ രസം? ബൈബിൾ വായിക്കുന്നതെന്ന് പറയാവുള്ളൂ കേട്ടോ. വേണ്ട, ബൈബിൾ വായിക്കുന്നതാണോ പാസ്റ്റർമാരുടെ കുറ്റം പറയുന്നതാണോ രസം? ഏതാ രസം? രസം ഏതാ? അപ്പൊ
അപ്പൊ അതെല്ലാം വിട്ടിട്ട് ബൈബിളിന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭയങ്കര ആനന്ദം ഇതിനകത്ത് വരണല്ലേ? ഭയങ്കര ആനന്ദം ഇതിനകത്ത്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് പോയി റൂമിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം തോന്നും, ഉറങ്ങണം തോന്നും. നിങ്ങൾ ആലോചിച്ചാൽ പ്രാർത്ഥിക്കണം എന്നാ തോന്നുന്നെങ്കിൽ അതിനകത്തുനിന്ന് ഒന്നുകിൽ ഒരു വെപ്രാളം ഉണ്ടാകണം. കർത്താവെ പ്രാർത്ഥിച്ചിരിക്കുന്ന നാളത്തെ സ്ഥിതി എന്താണെന്നുണ്ട് ടെൻഷൻ ഉണ്ടാവണം. അത് ദൈവികമായ പ്രാർത്ഥനയല്ലത്, അത് അവിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. അവിശ്വാസികൾ എന്തിനാ രാത്രി പകൽ പ്രാർത്ഥിക്കുന്നില്ല? ടെൻഷൻ പോകാൻ വേണ്ടി. മനസ്സിലായി? ദൈവം എങ്ങാനും നാളെ കാല് വലിക്കുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്, നാളെ എങ്ങാനും വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതെ പോയി എന്റെ കാര്യം ചുറ്റായി പോലോ എന്ന് ഓർത്തുകൊണ്ട്, ദൈവത്തെ സംശയിക്കുന്നത് കൊണ്ട് പിടിവിടാതെ പിടിച്ചിരിക്കുന്നുണ്ട്. രാത്രി ഒന്നും പകലൊന്നും ഇല്ലാതെ. എത്ര പേർക്ക് മനസ്സിലായി? അത് ഞാനാണെന്ന് എത്ര പേർക്ക് തോന്നുന്നു? എന്നാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാന പ്രകാരമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ത് പ്രാർത്ഥനയായിരിക്കും? അത് അവനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും. അല്ലെ? തോന്നുന്നുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ? കർത്താവെ, യേശു എന്ത് റിസോഴ്സസിനാൽ ജീവിച്ചോ? യേശു എന്റെ സ്ഥാനത്ത് ജീവിച്ചല്ലോ. ജീവിച്ചപ്പോൾ അവൻ എന്തെല്ലാം റിസോഴ്സസ് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് അവൻ അനുസരിച്ചത്. ആ റിസോഴ്സസ് എനിക്ക് തരണം. എത്ര മനസ്സിലായി ഞാൻ പറഞ്ഞ? യേശു ജീവിച്ചപ്പോൾ അവന്റെ ധനം എന്തായിരുന്നു? ആ ധനം എനിക്കും വേണമെന്നാണ് എന്റെ പ്രാർത്ഥനയെങ്കിൽ ആ ധനത്തോട് ഒരു ആഗ്രഹം നമ്മളോട് ഉണ്ടാവണല്ലേ? മനസ്സിലാവുന്നേ പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ട എന്തോ? യേശുവിന്റെ ധനം ലഭിക്കാൻ വേണ്ടി, അവൻ അനുഭവിച്ച ആനന്ദം അനുഭവിക്കാൻ വേണ്ടി, അല്ലെ? അവൻ പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ, കുത്തുകൊള്ളുമ്പോൾ, അല്ലെ, ആളുകൾ അവനെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ക്രൂശിൽ കയറ്റുമ്പോൾ അവൻ അനുഭവിച്ച ആനന്ദം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നിടത്താണ്, അല്ലെ, ആ പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ പോകുന്നത്. അങ്ങനെ യേശുവിന്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നത്? അപ്പൊ പരിജ്ഞാനത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ദുഷ്കരമാണ്, പക്ഷെ ഭയങ്കര ആനന്ദകരവുമാണ്. ഇന്ന് ജനങ്ങൾക്ക് ഇത് വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ചർച്ചയ്ക്ക് പോയി, ആർക്കും വേണ്ട. പാസ്റ്റർമാർ മടുത്തിരിക്കുക. ജനത്തിന് ഇതല്ല വേണ്ടത്. ജനത്തിന് വേണ്ടത് ലോകം. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ചെറിയ സഭയായിരിക്കാം, കൂട്ടമായിരിക്കാം. ഞാൻ വിചാരിക്കുന്നത് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. കാരണം ക്രിസ്തുവിന് വേണ്ടി അന്ത്യകാലത്ത് അവന്റെ പരിജ്ഞാനത്തിന് വേണ്ടി നിൽക്കുന്ന 4, 3, 7 പേരെ ഉണ്ടാക്കുന്നതിന് നമ്മളായിരിക്കും ഉദ്ദേശിച്ചത്. ദിസ് ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്കറിയോ, 500 വർഷമായി നവീകരണ പ്രസ്ഥാനം തുടങ്ങി. ഒക്ടോബർ 31 എന്റെ ഓർമ്മ. 1517. ഇപ്പൊ 2017. കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, വചനം മാത്രം, ദൈവമഹത്വം മാത്രം. 5 solos. 5 എലോൺ. കുറെ നാള് മനുഷ്യരാ വെളിച്ചത്തിൽ നടന്നു. വചനം പഠിച്ചു. വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലായി. കൃപയാലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം എല്ലാം പഠിച്ചു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിച്ചു. പാപക്ഷമ അനുഭവിച്ചു. അടുത്ത് തുടങ്ങി എന്താണെന്നറിയോ? പ്യൂരിറ്റിനിസം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ. അത് നിങ്ങൾക്ക് ccel.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. എല്ലാ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ജോൺ ഓവൻ, ജോൺ ബെനിയൻ, അനേകം ആളുകളുടെ പുസ്തകങ്ങൾ. അവര് ജീവിക്കുന്ന ക്രിസ്തുവിന് ഭയങ്കര കമ്മിറ്റ്മെന്റാണ്. വിശുദ്ധിക്ക് വേണ്ടിയാണ്. ലോകം മുഴുവൻ ഉപേക്ഷിച്ച ഒരു കൂട്ടം ജനം. അത് നമുക്ക് രണ്ടാമത്തെ ഒരു വേവായിട്ട് കർത്താവ് അയച്ചതാണ്. മൂന്നാമത്തെ വേവ് 1750 തുടങ്ങിയത് മിഷണറി മൂവ്മെന്റ് ആണ്. അപ്പൊ എന്തൊക്കെ തുടങ്ങി? നവീകരണം, ഉപദേശങ്ങളുടെ അടിസ്ഥാനം, അതിനു മുകളിൽ വിശുദ്ധീകരണത്തിന്റെ ഒരു ലെയർ, അതിനു മുകളിൽ മിഷണറി യാത്രകളുടെ ഒരു ലെയർ, അതിന്റെ മുകളിൽ ആത്മാവിന്റെ ഒരു പ്രവാഹം. അല്ലെ? 20 നൂറ്റാണ്ടായപ്പോഴേക്കും സംഭവിച്ചു. കൃപാവരങ്ങളുടെയും ആത്മാവിന്റെയും ഒരു പ്രവാഹം ഉണ്ടായി. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? ഈ കൃപാവരങ്ങളുടെയും ആത്മാവിന്റെയും പ്രവാഹം ഉണ്ടായപ്പോഴേക്കും അടിസ്ഥാനത്തിൽ കിടന്ന വേദോപദേശവും അതിന്റെ മുകളിലുണ്ടായിരുന്ന വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹവും ഒന്നും കാണാനില്ലാതായി. അവസാനം എന്ത് മാത്രമായി? ഞാൻ പറഞ്ഞ മനസ്സിലായി, ഈ മുകളിലുള്ളത് മാത്രമായി. അപ്പൊ നമ്മൾ എന്ത് വേണം? നമുക്ക് ഫസ്റ്റ് നീതീകരണത്തിന്റെ, വിശുദ്ധീകരണത്തിന്റെ, ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിന്മേൽ കൃപാവരങ്ങളുണ്ട്. വന്നാൽ ഈ കൃപാവരങ്ങളെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി മാറും. അടിസ്ഥാനമില്ലാതെ കൃപാവരങ്ങൾ മാത്രമായി പോയാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ കൃപാവരങ്ങൾ വെച്ച് കല്ലിനെ അപ്പമാക്കി മാറ്റി തിരിക്കും. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമുക്ക് വേണ്ടത് അപ്പമായിരിക്കും, യേശു ആയിരിക്കില്ല. ഇന്ന് കൃപാവരങ്ങൾ നിന്ന് പോകുന്നതിന്റെ കാര്യം ഇതെല്ലാം മനുഷ്യൻ ഉപയോഗിക്കുന്നത് കല്ലുകളെ അപ്പമാക്കി മാറ്റാനാണെന്നുള്ളതുകൊണ്ട്. ഇത് യേശുവിനെ പോലെ ആകാനുള്ള കൃപാധനമാണ് സഭയ്ക്ക് അവൻ നൽകിയത്. പക്ഷെ ഇത് കൈപ്പറ്റിട്ട് നമ്മൾ ഇതിനെ ദുർവിനിയോഗം ചെയ്തത്. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇത് കർത്താവ് വരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് ഈ തരംഗങ്ങളെ, ഈ വേവ്സിനെ
ദൈവം ഒരിക്കൽ കൂടി അയക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കാം. നീതീകരണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും ശുശ്രൂഷകളുടെയും മുകളിൽ ദൈവം അതിനെ ബലപ്പെടുത്താൻ വേണ്ടി ആത്മാവിന്റെ കൃപാവരങ്ങളുടെ ഒരു വലിയ പകർച്ചയും കൂടെ നമ്മുടെ ഇടയിലേക്ക് അയക്കുമെന്ന് നമുക്ക് ഒന്നിച്ച് വരാൻ പോകും. എല്ലാം കർത്താവ് കാണിച്ചു തന്ന എന്തെല്ലാമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അന്ത്യകാലം ആവുമ്പോഴേക്കും സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്ന കർത്താവ് നീതിക്കും വിശുദ്ധിക്കും യേശുവിനും വേണ്ടി ജീവിക്കുന്നവരുടെ മേൽ ഇതിനെ പകരുന്ന ഒരു കാലം വരാൻ. അതിനുവേണ്ടി ആയിരിക്കും പക്ഷെ നമ്മളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് കർത്താവ് കൊണ്ടു നടക്കുന്നത്. എന്തെല്ലാം ചെയ്തിട്ട് കൈവിടാതെ വീണ്ടും വീണ്ടും നിന്നോട് എനിക്ക് പറയാനുണ്ട്, നിന്നെ എനിക്ക് പണിയാനുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ പുറകെ നടക്കുന്ന അന്ത്യകാലത്തിൽ നമ്മളെ കണ്ടുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ ഫെയ്ത്ത്. മരണം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് ശരിക്കും മരണമല്ല. നമ്മൾ വിചാരിക്കുന്ന മരണമല്ല. മരണത്തിൽ എന്താ സംഭവിക്കുന്നറിയോ? ഈ ആത്മാവ് ദേഹിയെ രക്ഷിക്കുക. ഇതിനകത്ത് രക്ഷിക്കുക പല ചോയ്സുകളിൽ നിന്ന് രക്ഷിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ചോയ്സസ് ഒന്നുമില്ല. ഉണ്ടോ ഇല്ലയോ? ഒരു ചോയ്സും ഇല്ല. മരിച്ചു കഴിയുമ്പോൾ പ്രാണൻ എന്താ സംഭവിക്കുന്നത്? പ്രാണൻ ആത്മാവിനോട് പൂർണ്ണമായി എഗ്രി ചെയ്യുന്നതിനെ മരണം എന്ന് പറയുന്നത്. പിന്നെ ശരീരമായിട്ട് അതിനൊരു കണക്ഷനും ഇല്ല. ആത്മാവും പ്രാണനും ഒന്നായി. ചേസ് എന്ന് പറയുന്ന സ്വത്വം സ്വർഗത്തിലേക്ക് പോയി, ശരീരത്തെ ഇവിടെ വിട്ടിട്ട്. അതിനകത്ത് ആത്മാവിനെയും പ്രാണനെയും വേർതിരിക്കാൻ പറ്റില്ല. ഒരു യൂണിറ്റ് ആയിട്ട് മാറി. കാരണം പ്രാണൻ എന്തില്ല? ആത്മാവിന് വിരോധമായ ഒരു ചിന്തകളും ഇല്ല. ഇത്രയും മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. കർത്താവ് എന്താ കൊണ്ടുവരാൻ ശ്രമിക്കുന്നറിയോ? ആ 1 യൂണിറ്റ് ആയിരുന്ന പഴയ മനുഷ്യനെ, ഏതാ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഒറ്റ യൂണിറ്റ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ആ മനുഷ്യനെ ദൈവം പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ? യേശുവിന്റെ ആത്മാവിനെ നൽകി, അതിനോട് ചേരുന്ന ഒരു മനസ്സിനെ നൽകി, ഇനി വീണ്ടെടുക്കപ്പെട്ട തേജസ്സുള്ള ഒരു ശരീരം നൽകി ദൈവം എന്ത് ചെയ്യുക? വീണ്ടും ഒറ്റ യൂണിറ്റ് ആയ, ഫ്രാഗ്മെന്റഡ് അല്ലാത്ത, മുറിക്കപ്പെട്ടിട്ടില്ലാത്ത, ദൈവം പറയുന്നത് എല്ലാം അനുസരിക്കാൻ പറ്റുന്ന, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോൾ മാനിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന മരണം എന്ന് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്യം ഇതാ. എന്താ എത്ര നാളുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ? എത്ര നാളുണ്ടെന്ന് ഒരു ഗ്യാരണ്ടി ആർക്കില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് എന്റെ ദേഹിയുടെ രക്ഷ നടന്നിരിക്കണം. ആത്മാവിനോടത് പറ്റിച്ചേരണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ശരീരം വീണ്ടും വീണ്ടും ജലത്തിലേക്ക് തിരിയരുത്. മരണമാണ്. അതാണ് ഈ വാക്കാണ് റോമാലേഖനം. നമുക്കൊന്നുകൂടെ വായിക്കാൻ വാക്യങ്ങൾ, ഇന്ന് വായിച്ച വാക്യങ്ങൾ 5-ാം വാക്യം, റോമർ 8:5 മുതൽ. ജഡസ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ മനസ്സ് എപ്പോഴും ശരീരത്തിലേക്ക് നോക്കിയിരിക്കുന്നവർ. ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. എന്ത് തിന്നും എന്ത് കൊടുക്കും അല്ലെ? അതാണ് ആത്മസ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ മനസ്സെപ്പോഴും ആത്മാവിലേക്ക് തിരിഞ്ഞിരിക്കുന്നവർ. ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഓക്കെ, ജഡത്തിന്റെ ചിന്ത മരണം. അപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തനുഭവിക്കാൻ പറ്റുന്നുണ്ട്? പലപ്പോഴും ആലോചിക്കും, നമ്മൾ മരണം അനുഭവിക്കുന്നില്ല ഇപ്പൊ തന്നെ. ആത്മാവൊന്നും മിണ്ടാത്ത അവസ്ഥ അല്ലെ? ദൈവത്തിന്റെ ഒരു ശബ്ദവും കേൾക്കാത്ത അവസ്ഥ, ആത്മാവ് നമ്മെ ഗൈഡ് ചെയ്യാത്ത അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് പാസ്റ്റർമാരോട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. അതൊരു ഭയങ്കര അവസ്ഥ തന്നെയാണ്. ആരെ കല്യാണം കഴിക്കണമെന്ന് അറിയത്തില്ല, ഏത് ജോലി ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പാസ്റ്റർ കേട്ട് സന്തോഷപ്പെട്ടു. പണ്ട് കാലത്ത് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, യുദ്ധം ചെയ്യാൻ പോണോ വേണ്ടോ? പാസ്റ്റർ വേണം അല്ലെ? പാസ്റ്റർ അല്ല, പ്രോഫിറ്റ് പറയും. അതൊരു കുടിക്കുന്നു, നുറിമും തുമ്മിമും എഫോർട്ടൊക്കെ വെച്ച് അവര് കണ്ടുപിടിക്കും ദൈവത്തിന്റെ ഹിതം എന്താണ്. പ്രവാചകന്മാരല്ല, പുരോഹിതന്മാർ. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തിലെ പ്രവചനത്തിന്റെ പ്രത്യേകത എന്താണ്? അഗബോസ് എങ്ങനെ പ്രവചിച്ചത്? അഗബോസ് വന്ന പൗലോസിന്റെ റുമാലെടുത്ത് അരക്കി കെട്ടിട്ട് പറഞ്ഞു, ഇതിന്റെ ഉടമസ്ഥനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. പൗലോസിന്റെ സ്ഥാനത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പിടിച്ചോണ്ട് പോകും അല്ലേ? നിങ്ങളൊന്ന് ദൈവഹിതം അല്ല എന്ന് തോന്നുന്നു യെരുശലേമിലേക്ക് പോകുന്നു. ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ വന്നു പോയപ്പോൾ ചെന്ന സഭകളിൽ പ്രവചനപരമുള്ള സകലരും പറഞ്ഞു, പൗലോസെ പോക്ക് പ്രശ്നമാണ്, പിടിക്കും, തിരിച്ച് ജീവനോട് വരണമെന്നുള്ളത്. ആൾക്കാരെല്ലാം കരയാൻ തുടങ്ങി, കെട്ടിപ്പിടിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. പൗലോസ് എന്താ പറഞ്ഞു? പൗലോസ് എന്താ പറഞ്ഞു? ഒറ്റ വാക്ക, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെന്താ പ്രശ്നം? നിന്നെ പിശാച് കൊല്ലാൻ പോകും, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയത് എണ്ണുന്നു. പിന്നെ എങ്ങനെ പ്രവചിക്കും? എന്ത് പ്രവചിക്കും? ഈ പ്രവാചകന്മാരെ സത്യത്തിൽ പറഞ്ഞായിരുന്നു യെരുശലേമിലേക്ക് പോകണ്ട. ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞില്ല. പോയാൽ എന്ത് സംഭവിക്കും എന്ന് മാത്രമേ പറഞ്ഞു. എന്തിനായിരിക്കും ദൈവം അത് അവരെ കൊണ്ട് പറയിപ്പിച്ചത്? മരിക്കാൻ വരെ തയ്യാറായി പൗലോസിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണോ, കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണോ? കൊണ്ടുപോകാൻ വേണ്ടിയാണ്.
അവിടെ പോവുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശം തന്നെയായിരുന്നു. കർത്താവ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് പൗലോസ് പോയത്. പക്ഷേ പോകുന്ന വഴിയില് എന്ത് സംഭവിക്കുമെന്ന് പൗലോസിന് പ്രവചിച്ചു കിട്ടിയത് എന്തിനു വേണ്ടിയാ? മരിക്കാൻ വരെ തയ്യാറെടുപ്പോടെ പോകാൻ വേണ്ടി. പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ധൈര്യവും വിശ്വാസവും പകരാൻ വേണ്ടിയാണ്, അല്ലാതെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞു? എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ആത്മാവിന്റെ ശബ്ദം കേട്ടിട്ട് വേണം. ഇത് കേൾക്കാതെ അവസാനം പോയി പാസ്റ്ററോട് ചോദിച്ച് പാസ്റ്ററെ കുഴപ്പത്തിലാക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തിൽ നിങ്ങൾ പ്രാപിക്കണം. പക്ഷെ പ്രവാചകൻ നിങ്ങളോട് പറയുന്നത് ഈ യാത്രയിൽ നിങ്ങൾ എങ്ങനെ കരുതണം എന്നുള്ളത്. എങ്ങനെ വിശ്വാസം തണുത്തു പോകാതെ ഭയപ്പെട്ടു പോകാതെ മുൻപിൽ വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാണിംഗ് തരാൻ മാത്രമേ പ്രവാചകന് പുതിയ നിയമത്തിൽ റൈറ്റുള്ളൂ. ഞങ്ങൾ ഓങ്കോളോട്ട് പോകുന്ന വഴിക്ക് ഒരു അനിശ്ചിതത്വം എന്താണെന്നൊന്നും അറിയത്തില്ല. പോണോ പോകേണ്ടതെന്നൊന്നും അല്ല പ്രവാചകന്മാരെന്ന് പറയുന്നത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആഹാരം ഒരുക്കി ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതുപോലൊരു കുടുംബത്തിലേക്ക് ഞങ്ങൾ ചേർന്നത്. കാരണം ആശ്വാസം പ്രാപിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നു. അല്ലാതെ തീർത്തും സ്ട്രേറ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് പ്രവചനം പുതിയ നിയമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ ഉറിമും തുമ്മിയും ഇട്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തോട് തുടർച്ചയായി സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ ജീവനിലുള്ളൂ. ജഡത്തിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ചെവി ഓർക്കുന്നതെങ്കിൽ നമ്മൾ മരണാവസ്ഥയിലായി. മനസ്സിലായി? അതുപോലെ അൽബോസ് പിന്നീട് ഒരു പ്രവചനം നടത്തുന്നുണ്ട്. വലിയൊരു ക്ഷാമം വരാൻ പോകുന്നു ജെറുസലേമിൽ, അല്ലെ? വലിയ ക്ഷാമം, ലോകമെമ്പാടും ബാധിക്കുന്ന വലിയ ക്ഷാമം വരുന്നെന്ന് പ്രവചിച്ചു. ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞില്ല, പൈസ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങളുടെ സഹോദരന്മാർ കഷ്ടപ്പെടാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? തീരുമാനിക്കേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. കൊടുക്കണോ കൊടുക്കണ്ടോ അതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ തലത്തിൽ തരുന്ന പ്രേരണയാണ്. എത്രപേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഡയറക്ഷൻ ഷുഡ് കം ഫ്രം ദ സ്പിരിറ്റ് ദാറ്റ്സ് ഇൻഡ്വെല്ലിംഗ് ഇൻ യു. നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് നിങ്ങളോട് സംസാരിക്കാതെ പോകുമ്പോഴാണ് ആത്മവ്യാപാരമുള്ള ആളുകളിലേക്ക് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടി വരുന്നത്. ദാറ്റ്സ് എ ഫെയിലിയർ. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പ്രവചനം ആവശ്യമാണ്. പക്ഷെ പ്രവചനമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നത്. പ്രവചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നതും കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ വിവേചിക്കാൻ സാധിക്കും. അവൻ എങ്ങോട്ടാ പറഞ്ഞു വിടുന്നതെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ഒരു ലൈഫ് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ജീവനിലാണ്, അല്ലെങ്കിൽ നമ്മൾ മരണാവസ്ഥയിലാണ്. വായിക്കാം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഓക്കെ, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴടങ്ങുന്നതിന് പകരം എനിക്ക് ജീവിച്ചു പോകാനുള്ള അനേകം ചോയ്സസ് എനിക്ക് തരുമായിരിക്കും ജഡം. ജഡം എനിക്ക് എന്താ തരുന്നത്? അനേകം ഓപ്ഷൻസ് ആണ്. വളരെ നല്ലത് അല്ലെ? ഇപ്പൊ കല്യാണാലോചന വിചാരിച്ചു, ഒരു എക്സാമ്പിൾ അല്ല, വേണ്ട എന്താണ്, ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ വിചാരിച്ചു. എത്ര ചോയ്സ് ഉണ്ട്? ഇഷ്ടം പോലെ ചോയ്സസ്. നമുക്ക് വിവരം കൂടുന്തോറും ചോയ്സസ് കൂടി വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഗ്രാഫിക്സിൽ. ഞാൻ തൃശ്ശൂരിലൊരു ചർച്ചിൽ സംസാരിക്കാം. 10 മണി തൊട്ട് 3:30 വരെ നോൺ സ്റ്റോപ്പ് പ്രസംഗം. വെള്ളം അവർ തരാൻ മറന്നുപോയി, ഞാൻ കുടിക്കാനും ചോദിക്കാനും മറന്നുപോയി. 3:30 ആയപ്പോഴാണ് പ്രസംഗം തീരുന്നത്. ആഹാരം കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ നല്ല പ്രസംഗമായിരുന്നു. ഞാൻ പറഞ്ഞു വളരെ സംഭവം, ദൈവത്തിന് സ്തോത്രം. അതാണ് എന്നോട് ചെന്നാലും ഇങ്ങനെ പ്രശ്നമുണ്ട്, അതിന് ഉത്തരം പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എന്താ, എന്റെ മോൻ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ലെറ്റർ വന്നിട്ടുണ്ട്, എവിടെ പോകുന്ന ദൈവഗീതം ഒന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന്. ഞാൻ പറഞ്ഞു, എന്റെ ആന്റി, മുകളിലോട്ട് പോകുന്ന കാര്യം മാത്രം ദൈവഗീതം എനിക്കറിയില്ല. അമേരിക്കയിലോട്ട് പോകണോ കാനഡയിലോട്ട് പോകണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നല്ലൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റിനെ പോയി കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് അഡ്വൈസ് ചെയ്യുന്ന ഒരാളെ പോയി കാണാം. പാവപ്പെട്ട ഉപദേശിയെ വെള്ളം കുടിപ്പിക്കില്ല. കാരണം ഇതിനൊന്നും അഡ്വൈസ് ചെയ്യാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ള പരിജ്ഞാനമോ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള മാത്രമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മനസ്സിലായോ? ഇവര് ആലോചിക്കുന്ന ദൈവത്തെ എന്തിനാ വേണ്ടത്? നമുക്ക് എന്തിനാ ദൈവത്തെ വേണ്ടത്? ദൈവത്തെ അന്വേഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്കറിയാം, ദൈവത്തെ അറിഞ്ഞിട്ടും മഹത്വം കൊടുക്കാത്ത ആൾക്കാരെ കുറിച്ചാണ്, അല്ലെ? ഈ പ്രപഞ്ചം എല്ലാം കാണുക. ഞാനിപ്പോ ആദ്യം പ്രപഞ്ചത്തിലേക്ക് കാണുന്നത് നോക്കുക. ഫസ്റ്റ് ലോകത്തൊരു മനുഷ്യനെ കാണുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ആദ്യം ചിന്തിക്കാൻ തോന്നുന്നത്, ഇത്ര മനോഹരമായ ഭൂമി, ഈ ആകാശം, ലൈറ്റ് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്നു, എന്തെല്ലാം അത്ഭുതകരമായ കാഴ്ചകൾ, അല്ലെ? മേഘങ്ങള്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? നാച്ചുറൽ ആയിട്ട് ആരോ ഇത് ഉണ്ടാക്കി വെച്ചാൽ, അല്ലെ? അങ്ങനെ ചിന്തിക്കുള്ളൂ. ഏത് പൊട്ടനും അതേ ചിന്തിക്കുള്ളൂ, അല്ലെ? ഏത് ബുദ്ധിമാനും അതേ ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെ? പക്ഷെ അതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കിയ മനുഷ്യൻ അവസാനം കല്ലെടുത്തിട്ട് പറയാം, നീയാണ് എന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവൻ എന്ത് മണ്ടനാണ് ആലോചിക്കും.
ഇതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് സംസാരിക്കുന്നത്. ഇത്രയും ദൈവത്തിന്റെ ശക്തി മഹത്വം വെളിപ്പെട്ടിട്ട് ഇവൻ എന്ത് ചെയ്തോ? ഒരു വിഗ്രഹത്തെ എടുത്ത് വെച്ചിട്ട് അതിനെ ആരാധിക്കുക അല്ലെ. 2-ാം അധ്യായത്തിൽ പറയുന്നത് രസകരമായ കാര്യം. 2-ാം അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണം ദൈവം നൽകി. ന്യായപ്രമാണം ഉള്ളവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാൽ. മനസാക്ഷി ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ദൈവം കൊടുത്തത് മനസാക്ഷി. അപ്പൊ ന്യായപ്രമാണം എല്ലാം അനുസരിച്ചാൽ അവനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകണം, അവൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണം. അതുപോലെ മനസാക്ഷി അനുസരിച്ച് ഒരുത്തൻ എല്ലാം അനുസരിച്ചാലും അവൻ എന്ത് കൊടുത്തേ പറ്റുള്ളൂ? സ്വർഗവും അനുഗ്രഹങ്ങളും നൽകിയേ പറ്റുള്ളൂ അല്ലെ അല്ലെ. അപ്പൊ മനസാക്ഷി അനുസരിച്ച് ഒരുത്തനെ വിധിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ പറയുന്നത് എന്താ? മനസാക്ഷി ഉള്ളവൻ മനസാക്ഷിയിൽ അനുസരിച്ചാൽ അവനെ അത് ന്യായപ്രമാണത്തിന് പകരം അവന് രക്ഷയ്ക്കത് കാരണമായി തീരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ നോക്കി അറിയാം. നിങ്ങളുടെ മനസാക്ഷി വെച്ച് നോക്കിക്കേ. നിങ്ങളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനയും അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല. ഒന്നിൽ തെറ്റിയാൽ നമുക്ക് തോന്നുന്നതാ അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണെന്ന്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യർ അന്വേഷിക്കുന്നത് ദൈവത്തെ അല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആണോ? ആണോ അല്ലേ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദൈവത്തെ ആണോ വേണ്ടത്? പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണോ വേണ്ടത്? അപ്പൊ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ദൈവം തരുന്നെങ്കിൽ ദൈവം. ചൈനയിലെ ഇപ്പം അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുക, നിങ്ങളുടെ വീട്ടിലെ യേശുക്രിസ്തു രക്ഷകൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കണ്ട, ഷിൻദീപ് എന്താ പുള്ളിയുടെ പേര്? പുള്ളി രക്ഷിക്കുമെന്ന് എഴുതി വെക്കാം. കാരണം റേഷൻ കൊടുക്കുന്ന ആരാ? ജീപ്പിങ്. റേഷൻ കൊടുക്കുന്ന യേശുവാണെന്ന് അവർ ചോദിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് നിങ്ങളെ രക്ഷിക്കുന്ന എഴുതി വെക്കണമെന്ന്. സത്യം പറഞ്ഞാൽ അവർ പറയുമ്പോൾ ശരിയാണ് സംഗതി. കാരണം എന്താ? ഇവന് കാശ് കൊടുക്കുന്ന ആരാ? അവരാ അല്ലെ, ഗവൺമെന്റാ കൊടുക്കുന്നത്. അപ്പൊ ക്രിസ്തു രക്ഷിക്കും. നമുക്ക് ക്രിസ്തുവിനല്ല വേണ്ടത്, കയ്യിലുള്ള റേഷനാണ് വേണ്ടത്. അത് ആ പേര് മറന്നുപോയി. അവൻ തന്നാലും കുഴപ്പമില്ല, കർത്താവ് തന്നാലും കുഴപ്പമില്ല, ആര് തന്നാലും കുഴപ്പമില്ല, കാര്യം നടക്കണം. ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ അന്വേഷിക്കുന്നത്. ഇനി വേറെ കുറെ ആൾക്കാരെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് അവരുടെ ബുദ്ധിപരമായ ക്യൂരിയോസിറ്റി ഉണ്ട്. ദൈവം ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവൻ എങ്ങനെയായിരിക്കും? അവന്റെ സ്വഭാവം 3 പേരുണ്ടോ ഒരാളുണ്ടോ? അവന്റെ പ്രകൃതം എന്തായിരിക്കും, സ്വഭാവം എങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി, അത് ചുമ്മാ അറിയാൻ വേണ്ടി. അത് ഇന്നത്തെ നമ്മുടെ ഇടയിൽ ഇത് കാണാം. കാരണം അത്ഭുതങ്ങൾ കൊണ്ട് കുറെ ആൾക്കാരുണ്ട്. കാരണം അവർക്ക് പ്രശ്നപരിഹാരമാണ് പ്രശ്നം. അത്ഭുതം വേണ്ടാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് നല്ല തോട്ട്സ് വേണം. അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള ആശയങ്ങൾ കുറച്ച് കൂടുതൽ പറയണം. ഒരു 5-10 പ്രശ്നം കൂടെ കേൾക്കണം, അതിന്റെ പോയി കുറിച്ച് അല്ലെങ്കിൽ സീറ്റ് വീണ്ടും കേൾക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതിനൊക്കെ വേണ്ടിയേ ദൈവത്തെ അന്വേഷിക്കുന്നു. അല്ലാതെ ഞാനൊരു പാപിയാണെന്നും എനിക്ക് നീതിമാനായ ഒരു ദൈവത്തിന് മുമ്പ് നിൽക്കേണ്ടി വരുമെന്നും എന്റെ രക്ഷ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഒരു കള്ളൻ, പാസ്റ്റർ ഇവിടുത്തെ പോലീസുകാരൻ വിചാരിച്ചു. ഞാൻ ഈ അടുത്ത വീട്ടിൽ വന്നിട്ട് പാസ്റ്ററോട് വന്നായിരുന്നു ചോദിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? മുങ്ങാൻ വേണ്ടിയാ, അല്ലാതെ പോയി ചായ കുടിക്കാൻ വേണ്ടിയാണോ? മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവന് ഒന്നും വേണ്ടേ, എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് നിലവിളിക്കുള്ളൂ. ഇമ്പോസിബിൾ ഫോർ മാൻ ടു സീക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ഗോഡ്. ആത്മാവിനുള്ള വെളിപ്പാടിനാൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കൂ. ഒരു തരത്തിലും ദൈവത്തെ അറിയാൻ സാധിക്കില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം, രക്തത്തിൽ നിന്നല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, അല്ലെ, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ദൈവത്തിൽ ജനിച്ചവരല്ല എന്ത് ചിന്തിക്കുന്നു? ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഓക്കെ, അടുത്ത വാക്യം റോമാലേഖനത്തിന്റെ തുടർച്ചയായിട്ട് വായിച്ചു. ജഡം കീഴ്പ്പെടുന്നില്ല. ജഡത്തിന്റെ ബലഹീന നിമിത്തമാണ് ന്യായപ്രമാണം പ്രയോജനം ഇല്ലാതായി പോയത്. അടുത്ത വാക്യം, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. നിങ്ങൾ ജഡം കൊണ്ട് എന്ത് ചെയ്താലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് കീഴ്പ്പെടാൻ സാധിക്കില്ല. അടുത്ത വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇത് അവസാനിക്കും. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ഇതൊന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുക? ജഡസ്വഭാവം ഉള്ളവരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ് എങ്ങോട്ട് നോക്കിയിരിക്കുന്നു? ശരീരത്തോട് നോക്കി, അല്ലെ, ഈ ലോകത്തേക്ക് നോക്കി. ആത്മസ്വഭാവം ഉള്ളവൻ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു? സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ആത്മസ്വഭാവം ഉള്ളവനാണെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്തായിരിക്കും ആലോചിക്കുന്നത്?
കർത്താവ് എങ്ങനെയായിരിക്കും ചിന്തിച്ചത്? ഞാൻ വേണ്ടാത്തതെല്ലാം പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞു, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കിയോ, നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചോ? ഇതൊക്കെ ആയിരിക്കും ഞാൻ ആലോചിക്കുന്നത്, അല്ലെ? താഴോട്ട് നോക്കിയിരിക്കുന്നെങ്കിലും നാളെ മീറ്റിംഗ് വെച്ച് ഇവരൊക്കെ വരുമോ, അല്ലെ? എത്ര പേര് വരും? താഴോട്ട് നോക്കുമ്പോൾ അതാ കാണുന്നത്, അല്ലേ? താഴോട്ട് നോക്കുമ്പോൾ ആളുകളെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്. മുകളിലോട്ട് നോക്കുമ്പോൾ കർത്താവിനല്ലാതെ വേറെ ആരും ഒരു അട്രാക്ഷൻ മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഓരോ ലെവലിലും നമുക്ക് ഒന്നുകിൽ ജഡസ്വഭാവമുള്ളവരായി മരണത്തിലും ആകാം, ആത്മസ്വഭാവമുള്ളവരായി ജീവനിലും ആകാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താ വഴി പറയാം? ആത്മ സ്വഭാവമുള്ളവർ എങ്ങനെ ആകാൻ പറ്റും? ആത്മസ്വഭാവമുള്ള ഒരാളാരാ? യേശു. യേശു ജീവിച്ച സ്ഥാനത്ത് ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എന്ത് വേണം? ആത്മാവ് വേണം. ആത്മാവുണ്ട്, പക്ഷെ ജീവിക്കുന്നില്ല, അല്ലെ? ആത്മാവുണ്ടോ? ആത്മാവുള്ളവരൊക്കെ എന്ത് സ്തോത്രം പറഞ്ഞു? ജീവിക്കുന്നുണ്ടോ? എന്താ ജീവിക്കാത്തത്? വിശ്വാസം വേണം, അല്ലെ? എന്താ വിശ്വസിക്കേണ്ടത്? ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് വിശ്വസിക്കണം. പരിജ്ഞാനത്തെ കുറിച്ച് നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുക. ഇന്നത്തോടുകൂടി 3 ആഴ്ചയായിട്ട് അതാ സംസാരിക്കുന്നത്. ഞാനിവിടെ വരിപ്പെടില്ല. ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്റെ ചോയ്സസ് എല്ലാം പോയി. മക്കളുടെ പെരുമാറാൻ എത്ര വഴിയുണ്ട്? ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളോട് സംസാരിക്കാൻ എത്ര ഭാഷയുണ്ട്? ഞാനല്ല, ക്രിസ്തു അത്രേ, പിന്നെ എത്ര ഭാഷയുണ്ട്? പറഞ്ഞു. അയൽവക്കക്കാർ അതിന് മാറുന്നു, അവരോട് സംസാരിക്കാൻ എത്ര ഭാഷയുണ്ട്? ഇപ്പം നേരത്തെ പല ഭാഷകളുണ്ടായിരുന്നു. മര്യാദയുടെ ഭാഷ, ബുദ്ധിയുടെ ഭാഷ, ഇപ്പൊ ആകെ ആത്മാവിന്റെ ഭാഷയുള്ളൂ. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, 47 സെന്റ് സ്ഥലം, പേരൊന്നും പറയില്ല, 47 സെന്റ് സ്ഥലം ഒരു തർക്കത്തിൽ കിടക്കുകയാണ്. ഒരാൾ കൊണ്ട് തട്ടി മാറ്റിയതാണ്. പുള്ളി പറഞ്ഞു വിട്ടുകൊടുക്കാൻ പോവാ, ഈ ലോകത്ത് നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. 2 സെന്റ് അല്ലാണ്ട് എടുത്തിട്ട് 45 പുള്ളിക്ക് കൊടുക്കാൻ പുള്ളി ഫോണിൽ പുള്ളിക്ക് അനുകൂലമായി വിധി പറഞ്ഞേക്കോ. ഏകദേശം ഒരു ഡിസിഷനുള്ളൂ. എന്താ ഡിസിഷൻ? നേരത്തെ പല ചോയ്സസ് ആയിരുന്നു. പരിജ്ഞാനത്തിലേക്ക് വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒറ്റ ചോയ്സ് ഉള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരു ചോയ്സ് ഉള്ളൂ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് യേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ചവടം നിട്ടുന്നു. കാരണം എന്താ? ഒറ്റ ചോയ്സ് ഉള്ളൂ. യേശുവിന്റെ പരിജ്ഞാനം തീരുമാനിക്കുന്നെങ്കിൽ ബാക്കി ബുദ്ധി കൊണ്ടൊന്നും എനിക്കൊരു കാര്യവും. നമുക്ക് ആത്മാവ് എന്തിനു വേണ്ടി? ആത്മാവ് യേശുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ നടത്തുന്നില്ല എങ്കിൽ ആത്മാവ് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആ പൗലോസിന്റെ ആ വാക്കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. 5 മിനിറ്റ്സ്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ എന്ന് തോന്നിയാൽ എനിക്കധികം ഫുൾ സ്റ്റോപ്പ്. അത് ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്തത് 8-ാം നാളിൽ പരിശോധനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അരിഞ്ഞവൻ. ഓക്കെ, ഈ പരിജ്ഞാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ഒരു പിക്ചറൈസേഷൻ തരാം. ഞാൻ പണ്ട് പല നീതികളെ കുറിച്ച് വരച്ച നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടോ? എന്റെ നീതി അല്ല, സമൂഹത്തിന്റെ നീതി, സഭയുടെ നീതി, എന്റെ നീതി, പാസ്റ്ററുടെ നീതി, ന്യായപ്രമാണത്തിന്റെ നീതി. ഓർമ്മയുണ്ടോ? ഇങ്ങനെ പല വരകൾ വരച്ചത്. ഏറ്റവും മുകളില് വിശ്വാസമായിട്ടുള്ള യേശുവിന്റെ നീതി. ഇങ്ങനെ പല വരകളിൽ നമുക്ക് ജീവിക്കാം. ഓക്കെ, നീതിയുടെ പല വരകൾ. ഇവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അവൻ ആരാണ്? അനിന്ദ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ എവിടെ എത്തിയിട്ടുണ്ട്? ന്യായപ്രമാണത്തിന്റെ നീതിയുടെ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയുന്ന അടുത്ത വാക്ക് എന്താണെന്നറിയോ? എന്നാൽ യേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എന്ത് ചെയ്തു? എനിക്കുള്ളതിനെല്ലാം ചവറം തന്നെ എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിന്റെ നീതി വരെ എന്നെ എത്തിക്കാൻ എനിക്ക് എന്തെല്ലാം റിസോഴ്സസ് ഉണ്ടായിരുന്നു, പഠനം ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഇതിനെല്ലാം ഞാൻ ചവറം നിന്നു. കാരണം എന്താ? എനിക്ക് വേണ്ടത് എന്താണ്? യേശുവിന്റെ പരിജ്ഞാനമാണ്. ഈ റിസോഴ്സസ് കൊണ്ട് എനിക്ക് എവിടെ വരെ എത്താൻ പറ്റിയിട്ടുണ്ട്? ഇപ്പൊ നിങ്ങളെ നീതിമാന്മാരാണ് എല്ലാവരും. ലോകപ്രകാരം മഴക്കാളികളും കള്ളുടിമാരും ഇവിടെ ഇരിപ്പുണ്ടോ? നമ്മളെല്ലാം നീതിമാന്മാരല്ലേ? അല്ലെ? മാന്യന്മാരല്ലേ? അല്ലേ? എങ്ങനെയാ നമ്മൾ മാന്യന്മാരായത്? നല്ല കുടുംബത്തിൽ പറഞ്ഞോണ്ടല്ലേ? നിങ്ങളുടെ കുടുംബമൊക്കെ നല്ല കുടുംബമല്ലായിരുന്നു?
പൈസ ഉണ്ടെന്നൊരു മലയാളി സമ്മതിക്കില്ല കയ്യിൽ, പക്ഷെ കുടുംബം നല്ലതല്ല എന്ന് ആരും പറയില്ല. ആരുടെയും കുടുംബം മോശമായിട്ടുണ്ടോ? ആരുടെയും കുടുംബം മോശമായിട്ടുണ്ട്. നല്ല കുടുംബത്തിൽ പിറന്നത്, അതാ പൗലോസ് പറയുന്നത്, നല്ല കുടുംബത്തിൽ പിറന്നത്, നല്ല ടീച്ചർമാർ പഠിപ്പിച്ചത്, നല്ല കൂട്ടുകാരെ കിട്ടിയത്, പിന്നെ ഞാൻ തന്നെ പൊതുവെ നല്ല മനുഷ്യനായതുകൊണ്ട് എല്ലാം ചേർന്നാണ് ഞാൻ എവിടെ വരെ എത്തിയത്, ഇന്നത്തെ ഞാനായത്. അല്ലെ, ഈ പഴയ കോളേജിലൊക്കെ ചെന്ന് പ്രസംഗിക്കുന്നത് എന്നെ ഞാനാക്കിയ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ ആകാൻ ഇവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ പൗലോസ് പറയാണ് അവിടം വരെ എത്താൻ അതൊക്കെ മതിയായിരുന്നു, ലോകത്തിന് റിസോഴ്സ്. പക്ഷെ യേശുവിന്റെ പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ ടോപ്പ് ലൈൻ ഓഫ് റൈച്ചസ്നെസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ട്രെയിനിങ്ങും ഇതെല്ലാം എനിക്ക് നഷ്ടമെന്ന് തന്നെ കരുതണം. എന്റെ കയ്യിലുള്ള എല്ലാ റിസോഴ്സസും ഞാൻ നഷ്ടമെന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ ഉയരത്തിൽ നിന്നുള്ള നീതി എനിക്ക് ലഭിക്കുന്നുള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞാല് ഈ 5 വരകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചാൽ, ഇപ്പൊ ഞാൻ എന്റെ വര എവിടെ ആയിരിക്കും അറിയോ? ഞാൻ പ്രസംഗിക്കും എന്റെ വര ആയിരിക്കും അത് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ പ്രസംഗിക്കാതിരിക്കുന്ന ആരുടെയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ഉൾപ്പെട്ടി നിൽക്കുന്ന ആരുടെയെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അവരുടെ വര എവിടെ ആയിരിക്കും? യേശുവിന്റെ മുകളിൽ വരയ്ക്കാൻ വയ്യാത്തോണ്ട് മാത്രമാണ്. എന്തായാലും ന്യായപ്രമാണത്തിന്റെ ലെവലിലെങ്കിലും നിൽക്കാത്ത ഒരാളും നിങ്ങളോട് വലന്ന് സംസാരിക്കില്ല. അപ്പം ഞാൻ പ്രസംഗിക്കുമ്പോ എന്നെ കേട്ടാൽ നിങ്ങളുടെ ചിന്ത എന്താ? എന്റെ വര എവിടെ ആയിരിക്കുന്ന? ഒരു സാമാന്യം നല്ല ഒരു വര, യഥാർത്ഥ വര എനിക്കറിയുള്ളൂ, നിങ്ങൾക്കത് അറിയാൻ പോകുന്നില്ല. കാരണം പ്രസംഗത്തിന്റെ ഞാൻ ഒരിക്കലും പറയുന്നു. ഈ താഴെയുള്ള 5 വരകളിൽ ഏത് വരകളെ കുറിച്ച് പ്രസംഗിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണെന്നറിയോ? പ്രവർത്തിച്ചേക്കാം. അല്ലെ, ഉദാഹരണത്തിന് മിഷണറിന്റെ ജീവിതത്തിൽ കേൾക്കുക, നമുക്ക് ചെയ്യാം, പിള്ളേരെ കണ്ടു പഠിക്കടാ, ദേ ആ മിഷണറി പോയ പോക്ക് എന്ന് പറയും. പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താ? അനുസരിക്കാം, പ്രവൃത്തിയിലേക്ക് നമ്മൾ നയിക്കുന്നല്ലേ. എന്നാൽ യേശുവിന്റെ നീതിയെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്, മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പ്രവൃത്തിയിലേക്ക് അല്ലെ. മഹാത്മാഗാന്ധിയെ പോലെ കഥകളിട്ട് തൊപ്പി വെച്ച് ആ സസ്യാഹാരം കഴിച്ച് വടി കുത്തി പിടിച്ച് വേണം നടക്കുക. അപ്പൊ ആരെ പോലെ ആവും? പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് അല്ലേ. മിഷണറിമാരുടെ കഥ പറയുമ്പോൾ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ഏത് മനുഷ്യന്റെ നീതി പ്രസംഗിച്ചാൽ എങ്ങോട്ടാ നയിക്കുന്നത്? പ്രവൃത്തിയിലാണ് നയിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് പ്രസംഗിച്ചാൽ നിങ്ങൾ എങ്ങോട്ടാ നയിക്കുന്നത്? പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. പക്ഷെ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് പ്രവൃത്തിയിലേക്കല്ല, അതെങ്ങോട്ട് നയിച്ചോളൂ? വിശ്വാസത്തിലേക്ക്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? യേശുവിന്റെ നീതിയുടെ പ്രസംഗത്തിലൂടെ മാത്രമേ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 2 പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അതാ പറയുന്നത്. വായിക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. 2 പത്രോസ് 1:1. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, അതായത് പ്രശ്നം. 2 പത്രോസ് 1:1 വായിച്ചു. നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചത് അതേ വിശ്വാസം, വിലയേറിയ വിശ്വാസം ലഭിച്ച സകലർക്കും എഴുതുന്നുണ്ട്. എങ്ങനെ നമുക്ക് വിശ്വാസം ലഭിച്ചത്? യേശുവിന്റെ നീതിയുടെ പ്രസംഗത്താല അല്ലെ. വേറെ ഏത് നീതിയുടെ പ്രസംഗവും വിശ്വാസം ഉണ്ടാക്കില്ല, പ്രവൃത്തികളെ ഉണ്ടാക്കുകയുള്ളൂ. എന്നാൽ യേശുവിന്റെ നീതിയുടെ പ്രസംഗം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഞാനല്ല, ക്രിസ്തു ജീവിച്ചാൽ മാത്രമേ ആ നീതി ഉണ്ടാവുകയുള്ളൂ എന്ന വിശ്വാസമാണ് എന്റെ ഉള്ളിലേക്ക് തരുന്നത്. ഓക്കെ, റോമർ 1:16-17 തന്നെ പറയുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വെളിപ്പെട്ടു വരുന്നു അല്ലെ. ദൈവത്തിന്റെ നീതി എന്തിനാ വരുന്നത്? വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. മനുഷ്യരുടെ നീതി എന്തിനാ വരുന്നത്? പ്രവൃത്തികളിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ ആലോചിച്ചോണം, യേശുവിന്റെ നീതിയാണോ അവർ പറയുന്നത്? യേശു ചെയ്യുമായിരുന്ന പ്രവൃത്തികളിലേക്കാണോ നമ്മളെ നയിക്കുന്നത്? യേശു ചെയ്യുമായിരുന്ന പ്രവൃത്തികളിലേക്കാണെങ്കിൽ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ വേറൊരു വഴിയും ഇല്ല അല്ലെ. പരിജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ യേശുവിന്റെ നീതിയുടെ വചനം കേട്ട് അത് നമുക്ക് വിശ്വാസമായി മാറി ഈ ലോകത്തിന്റെ എല്ലാ റിസോഴ്സസിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പറഞ്ഞതിന്റെ പൂർണ്ണമായ കാര്യം മനസ്സിലാക്കാൻ ഇതൊന്നും കൂടെ വായിച്ചാൽ മതി. ഏതാ? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ഈ പറഞ്ഞ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞു പിന്നീട് ഓർക്കാൻ സാധിക്കും. നമുക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാം. ഇതൊരു സീരിയസ് പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം പരിജ്ഞാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതല്ല, പരിജ്ഞാനത്തിൽ ജീവിക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ വീട്ടില് ഇപ്പൊ അതിഥി സൽക്കാരം ആചരിക്കുക ഒരു കൽപ്പനയാണ്. പരിജ്ഞാനമില്ലാതെ എങ്ങനെ അതിഥി സൽക്കാരം ആചരിക്കുന്നത്? യേശുവിന്റെ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ ആൾക്കാർ വീട്ടിൽ വന്നു, ആഹാരം കൊടുത്തു, ഓക്കെ, സ്നേഹമായിട്ട് പറഞ്ഞിട്ട് നാളെ പറഞ്ഞോട്ടോ നമ്മൾ ക്ഷയിക്കാൻ കൊടുത്തു, നല്ല മനുഷ്യൻ. യേശു ആണെങ്കിലോ നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റിന്റെ ഷേപ്പ് എന്താ നോക്കുന്നില്ല, സ്വഭാവം എന്താ നോക്കുന്നില്ല
ആഹാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചീത്ത പറഞ്ഞു വരും, ചിലപ്പം നമ്മുടെ നല്ല വഴക്കുണ്ടാക്കി വരും, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി വരും. യേശുവിനെ ഭരിക്കാൻ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? അതെല്ലാം ഭയങ്കര ടഫ് അല്ലെ? ഇതൊന്നും നമ്മുടെ പ്രവൃത്തികളിലേക്കല്ല നയിക്കുന്നത്. നമുക്ക് നാളെ ഇങ്ങനെ ആവാൻ പറ്റുമോ? നിങ്ങൾ പറയാൻ പറ്റുമോ? വിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. വിശ്വാസം നമ്മൾ പ്രവർത്തിച്ച് ഒരു ദിവസം നമ്മൾ ആരെ പോലെ ആകും? യേശുവിനെ പോലെ ആകും. ആ ഞരക്കത്തിലാണ് ഓരോ വിശ്വാസി ജീവിക്കുന്നത്. യേശുവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവിക ദാനമാണ്. ആ ഓട്ടത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഇടയ്ക്ക് കൈവിടപ്പെട്ടു പോകാതെ അന്ത്യം വരെയും എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. നാം റെസിസ്റ്റ് ചെയ്യരുത്, എതിർത്ത് നിൽക്കരുത്. അവന്റെ പ്രവൃത്തികൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളിലും ഒരു ചോയ്സേ ഉള്ളൂ, പല ചോയ്സസ് ഇല്ല. സിംഗിൾ ചോയ്സിൽ ജീവിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഒറ്റ ഹൃദയമുള്ളവരായി, ഇരുമനസ്സില്ലാത്തവരായി ദൈവത്തെ സേവിക്കാൻ നമുക്ക് കഴിയും. ഞാനീ പറഞ്ഞതെല്ലാം വലിയ സ്വപ്നങ്ങളാണല്ലോ. നമുക്ക് വിശ്വാസത്താൽ മാത്രമേ സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ദൈവം നമ്മളെ കുറിച്ച് കാണുന്ന സ്വപ്നമാണ് ഞാൻ ഈ വചനത്തിൽ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. ടു ബി ഓഫ് വൺ മൈൻഡ്, ഏക ചിന്തയോടെ ഉള്ളവരും അല്ലെ, ക്രിസ്തുവിൽ ഏകാഗ്ര ഹൃദയമുള്ളവരുമായിരിക്കുവാൻ വചനം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങനെ പരിജ്ഞാനം എത്രയോ വിലയേറിയ ധനം കർത്താവെ, അതിന്റെ ധനത്തിന്റെ ആഴം, ശ്രേഷ്ഠത, മഹത്വം കർത്താവ് ഞങ്ങൾക്കോടൊന്ന് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾക്കത് ഒന്നും തോന്നാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ജീവിക്കുന്നത്. ലോകത്തിന്റെ ധനമാണ് ഞങ്ങൾ ആകർഷിക്കുന്നത്. കർത്താവെ, ജഡത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനസ്സ് പുതുക്കപ്പെട്ട് കർത്താവെ അങ്ങയുടെ പരിജ്ഞാനത്തിലേക്കും അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ധന സമൃദ്ധിയിലേക്കും കർത്താവെ ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കും.